കാലം കാഠിന്യമാണ്, അന്തരീക്ഷം കാലുഷ്യമാണ്, ആകാശവും ഭൂമിയൊക്കെ നമ്മോട് പ്രതിഷേധിക്കും പോലെ തോന്നുകയാണ്. ശത്രുക്കളൊക്കെ നമ്മിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയം നമ്മൾ അല്ലാഹുവിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുകയുമാണ്. ഒരു പാമ്പിനെ പേടിച്ചാൽ പാമ്പിൽ നിന്ന് നാം ഓടുകയാണ് വേണ്ടത്. ആനയെ പേടിച്ചാൽ ആനയിൽ നിന്ന് ഒരുപാട് പിറകോട്ടോടുകയാണ് വേണ്ടത്. സിംഹത്തെ പേടിച്ചാലും കള്ളനെ പേടിച്ചാലൊക്കെ അവരിൽ നിന്ന് ഓടുകയാണ് വേണ്ടത്. അള്ളാഹിനെ പേടിച്ചാൽ നമ്മൾ അള്ളാഹുവിൽ നിന്ന് എങ്ങോട്ടാ ഓടുക? ഏതൊരു ശക്തിയെയും പേടിച്ചാൽ അതിൽ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ഓടുകയാണ്. അള്ളാഹിനെ പേടിച്ചാൽ എങ്ങോട്ടാ ഓടാനുള്ളത്? എങ്ങോട്ടുമില്ല, അള്ളാഹിലേക്ക് തന്നെ ഓടേണ്ടത്. അപ്പോൾ അള്ളാഹുവിൻ്റെ ദേഷ്യത്തിൽ നിന്ന് അവൻ്റെ തൃപ്തിയിലേക്ക് ഓടുകയാണ് വേണ്ടത്. അതിനാണ് ഇങ്ങനെയുള്ള സദസ്സുകളും ഉദ്ബോധനവും സംഘാടനവും സംഗമവും സംഭാവനയൊക്കെ അതിനു വേണ്ടിയാണ്. നമ്മുടെ ഘട്ടങ്ങളിൽ നാം ശ്രദ്ധിക്കേണ്ടത് ഈ ദുന്യവിയായ ഘട്ടത്തിൽ മാത്രമാണ്. നമുക്കൊരുപാട് ഘട്ടങ്ങൾ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. ആലമുൽ അർവായിൽ നമ്മളൊന്നും ശ്രദ്ധിക്കണ്ട, അവിടെ തക്ലീഫില്ല. ആലമുൽ ബുത്തൂനിൽ നമ്മളൊന്നും ശ്രദ്ധിക്കണ്ട. ഉമ്മാൻ്റെ ഗർഭാശയത്തിൽ ഹയ്യാൽ അസ്സല ഹയ്യാൽ അൽ ഫല നിസ്കാരം ഉണ്ടായിരുന്നോ? വാളുണ്ടായിരുന്നോ? സമസ്ത ഉണ്ടായിരുന്നോ? ഉമ്മാൻ്റെ ഗർഭാശയത്തിൽ നിന്ന് ആരെങ്കിലും SKSFന്റെ കൊടി എടുത്തിട്ട് പ്രകടനം നടത്തിയിട്ടോ? ഏതെങ്കിലും ആളുകൾ ഉമ്മാൻ്റെ ഗർഭാശയത്തിൽ നിന്ന് പ്രചരണം നടത്തിയിട്ടുണ്ടോ? ഇനിതാ അടുത്തത് ഖബറിലാണ്. അവിടെ നമുക്കൊരു അമലും ഇല്ലല്ലോ. മാശറിയിൽ ഒരമലില്ല. പിന്നെ രണ്ടാലൊരു തീരുമാന, ഫരീഖും ഫിൽ ജന്ന ഫരീഖും ഫിസ് സഈർ. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ചെറിയ ഘട്ടം മാത്രമാണ്. അവിടെ മനുഷ്യൻ സ്വാഭാവികമായിട്ടും മറന്നു. അതിനാണ് 1,24,000 അമ്പിയാക്കൾ വന്നത് കാതൽ പഠിപ്പിക്കാൻ. അതിൽ അവരാരും അഭിപ്രായത്യസല്ല, ഒക്കെ ഒന്നെ മുരടിൽ. ഇതിപ്പോൾ എങ്ങനെയാണ് നമ്മളെല്ലാ കാര്യങ്ങളും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ ക്ലാസ് ഉണ്ടെന്ന് കരുതിയിട്ടാണ് തലക്കെട്ട് ഉടച്ചത്. അപ്പോൾ താഴേക്ക് വീണ് ഇന്നതുപോലെയാണ് നമ്മളെ അമലൊക്കെ. കാരണം മർമ്മത്ത് കൊള്ളണില്ല, താഴത്തേക്ക് പോവാം. വേണ്ട, ഇപ്പം റെഡിയായി. അത് നിങ്ങൾക്കൊരു ഉദാഹരണത്തിന് വേണ്ടി അല്ലാഹു തആല ചെയ്തതെന്നാണ്. നമ്മൾ എന്തെല്ലാമോ ചെയ്യേണ്ടത്, പക്ഷെ കുഴിക്ക് വീഴുകയാണ്. നിസ്കാരം വരെ വൈലുലിൽ മുസല്ലീനാണ്. ഇപ്പം തലക്കെട്ട് വീണായിരുന്നു. പക്ഷെ അവിടെ എന്തിനില്ല, തടുക്കാനുള്ളൊരു തഖ്വ വെക്കണില്ല. ഇതിപ്പോൾ തഖ്വയാണ്. അപ്പം അവിടെ നിന്ന് അല്ലെങ്കിൽ നമ്മളിപ്പോഴത്തെ ഏറ്റവും വലിയ പരീക്ഷണം പ്രശ്നം എന്താ പറയുക, ഇലക്ഷന് വോട്ട് ചെയ്താലും ഏത് ചിഹ്നത്തിൽ വോട്ട് ചെയ്താലും വർഗീയവാദിക്കാണ് പോകണമെന്നുള്ളതാണ്. ഇതന്നെയാണ് അള്ളയും പറഞ്ഞത്. ഞാൻ ചില സ്ഥലത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, മനുഷ്യൻ്റെ ശരീരം തന്നെ ഒരു രാഷ്ട്രമാണ്. അവിടെ 2 സ്ഥാനാർത്ഥികളുണ്ട്. ഇലക്ഷൻ കഴിഞ്ഞിട്ടൊന്നുമില്ല, തുടങ്ങണുള്ളൂ. കഴിഞ്ഞ 30 ദിവസം നോമ്പിന് ഇലക്ഷൻ്റെ പ്രചരണമായിരുന്നു. ലൈലത്തുൽ ഖദ്ർ കൊട്ടിക്കലാശായിരുന്നു. അതിന് നേതൃത്വം കൊടുത്ത ജിബ്രീൽ ഇസ്ലാമാണ്. ഷവ്വാൽ 1-നാണ് ഇലക്ഷൻ തുടങ്ങുന്നത്. ഇനി അടുത്ത ഷാബാൻ ലാസ്റ്റ് വരെ ഇലക്ഷനാണ്. അതിന് കുറേ വോട്ട് ചെയ്യണം. എന്നിട്ട് മലക്കാകുന്ന നമ്മുടെ ശരീരമാകുന്ന രാഷ്ട്രത്തെ സ്നേഹിക്കുന്ന സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണം. അതിന് പോളിംഗ് ബൂത്താവുന്ന പള്ളിയിൽ പോയിട്ട് സുജൂദിൻ്റെ ചിഹ്നത്തിൽ വോട്ട് ചെയ്യണം. പക്ഷെ എന്താ സംഭവം എന്നറിയോ? വോട്ടിംഗ് യന്ത്രം കേടുവന്നുകൊണ്ട് ഏത് ചിഹ്നത്തിൽ വോട്ട് ചെയ്താലും വർഗീയവാദിക്കാണ് പോണത്. അതുതന്നെയാണ് അള്ളയും പറഞ്ഞത്, വൈലുലിൽ മുസല്ലീൻ. ചിഹ്നം നിസ്കാരം പോയതോൻക. അതുതന്നെയാണ് മുസ്തഫ നബിയും പറഞ്ഞത്, റുബ്ബ സായിമിൻ ലൈസ മിൻ സിയാമിഹി ഇല്ലൽ ജൂ. ചിഹ്നം നോമ്പാണ്, പക്ഷെ പോയത് വർഗീയവാദിക്കാണ്. അതിന് രക്ഷപ്പെടണമെങ്കിൽ വോട്ടിംഗ് യന്ത്രം ശരിയാക്കണം. അത് ശരിയാക്കില്ലാതെ മാർഗമില്ല. അതാണ് ഞാൻ ഓതിയ ആയത്ത്, വോട്ടിംഗ് യന്ത്രം ശരിയാക്കണം എന്നാണ് പറയുന്നത്. ഞാൻ ഓതിയ ആയത്തിൻ്റെ അർത്ഥം അതാണ്, വോട്ടിംഗ് യന്ത്രം ശരിയാക്കണം, എന്നിട്ട് വോട്ട് ചെയ്യണം. എന്നാൽ പിന്നെ വർഗീയവാദിക്ക് പോവില്ല. മുസ്തഫ നബിയുടെ മുമ്പിൽ വന്നിട്ട് സഹാബാക്കളിൽ ചിലർ ചോദിച്ചു, മുത്തനബി ആദം അലൈഹിസ്സലാം മുതൽ
ഖിയാമത്ത് നാൾ വരെ ലോകത്ത് വരുന്ന എല്ലാവർക്കും തർക്കമില്ലാതെ സ്വീകരിക്കാൻ പറ്റുന്ന ഒരു വിഷയം ഏതാണെന്ന് വെച്ച്, നിസ്കാരം അതിലില്ല, നോമ്പില്ല, സക്കാത്തില്ല, ഹജ്ജില്ല. നമ്മളെ ഹജ്ജ് ആർക്കെങ്കിലും ഉണ്ടോ? ത്വാഫ് ചെയ്തിട്ടല്ലേ ഉള്ളൂ. അല്ല അറഫിൽ പോയി നിൽക്കണോ? ആദം നബി അറഫിൽ നിൽക്കാൻ നിൽക്കുന്നിട്ടില്ലല്ലോ. സൈ ഉണ്ടായിട്ടുണ്ടോ ആദം നബിക്ക്? സൈ പിന്നെ ഒന്നല്ലേ. പോട്ടെ, ഖദീജും ഹജ്ജ് ചെയ്തിക്കണോ? ആദം നബിൻ്റെ കാര്യം ഇവിടെ കട്ടെ. ഖദീജാവി ഒരൊറ്റ ഹജ്ജും ചെയ്തിട്ടില്ല, നിസ്കരിച്ചിട്ടില്ല എന്ന് ഖദീജ ബീവിയെ, നോമ്പ് വെച്ചിട്ടില്ല, സക്കാത്ത് കൊടുക്കുക എന്ന ആൾക്ക് പൈസയും കൊടുത്തിട്ടില്ല. പൈസ എല്ലാം കൊടുത്തിട്ടുണ്ട്, സക്കാത്തിൻ്റെ രീതിയിൽ 2.5%. ചുരുക്കി പറഞ്ഞ ഇസ്ലാം കാര്യത്തിൽ 4 ഖദീജാബി ചെയ്തിട്ടില്ല. എന്നാൽ എല്ലാവരും പോണതിന് മുമ്പ് സ്വർഗത്തിലെത്തും ചെയ്യും. പക്ഷെ ഖദീജാബിയൊക്കെ എന്തുണ്ടായിരുന്നു? ഖദ് അഫ്ലഹമൻ തഴക്കണ്ടായിരുന്നു. മറ്റുള്ളതൊക്കെ പിന്നെ വന്നതാണ്. അതിനിപ്പോൾ നമ്മൾ ചെയ്യാതിരിക്കരുത് കേട്ടോ. കാരണം ഖദീജാബിൻ്റെ കാലത്ത് ഇത് 4 ഇല്ല. അതാണ് ഒന്നുണ്ടായിരുന്നു. ഏത്? ഖദ് അഫ്ലഹമൻ തസക്ക. അത് എല്ലാവർക്കും ആവശ്യമുള്ളതാണ്. അതാണ് ഇന്നഹാദാ ലഫി സോഹഫിൽ ഊലാഫി, ഇന്നഹാദാ ലഫി സോഹഫി ഇബ്രാഹിം വ മൂസ. അത് വരാൻ കാരണം അതാണ്. ഇത് അന്നത്തെ കാലം മുതൽ എന്നത്തേക്കുള്ള വിഷയമാണ്. ഖദ് അഫ്ലഹമൻ തസക്ക. അവിടെയാണ് വോട്ട് യന്ത്രം ശരിയാക്കുക എന്ന് ഞാൻ പറഞ്ഞത്. അതില്ലാതെ എങ്ങനെ വോട്ട് ചെയ്താലും വർഗീയവാദിക്കേ പോകുള്ളൂ. അലാ ലികുല്ലി ബിനി ആദമ ഫീ ഖൽബിഹി ബൈതാന ഫീ അഹദിമാ മലക്കുൻ വഫിൽ ആഖിരി ശൈത്വാൻ. അതാണ് മനുഷ്യന്റെ ശരീരം ഒരു രാഷ്ട്രമാണെങ്കിൽ അവിടെ 2 സ്ഥാനാർത്ഥികൾ മത്സരിക്കുകയാണ്. ഒരു സ്ഥാനാർത്ഥിയുടെ പേര് ഇബ്ലീസ്, അവൻ വർഗീയവാദിയാണ്. മറ്റൊരു സ്ഥാനാർത്ഥി മലക്കാണ്, അത് ദേശസ്നേഹിയാണ്. നമ്മൾ സുജൂദിൻ്റെ ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് നമ്മുടെ ശരീരമാകുന്ന രാഷ്ട്രം ഭരിക്കാൻ വിടേണ്ടത് നമ്മുടെ ആജീവനാന്ത ശത്രുവായ, പ്രത്യക്ഷ ശത്രുവായ, പരസ്യ ശത്രുവായ, നമ്മൾക്ക് പാരവെക്കുന്ന, ഭീഷണി മുഴക്കുന്ന, അപകടത്തിലാക്കുന്ന, കൂടെ തന്നെ നിന്ന് തോളിൽ ചെവിതുന്നുന്ന ഇബ്ലീസ് ആണ്. അവന് വോട്ട് ചെയ്യല്ലേ. അതുകൊണ്ട് ഖദ് അഫ്ലഹ മാ തസക്ക വദകറ സ്മ റബ്ബിഹി ഫസല്ല ബൽ തൂസിറൂനൽ ഹയാത്തദ് ദുനിയ വൽ ആഖിറതു ഖൈറു വഅബ്ഖാ. ഖൈറും അബ്ഖയും ആഖിറ എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ള അവിടെയാണ് നിൽക്കും. അതിന് നേരെ ഓപ്പോസിറ്റ് എന്താ? ദുന്യാവ് ഷെറുമാണ് അഫ്നയുമാണ്. ആഖിറും ഖൈറും അബ്ഖയുമാണെങ്കിൽ ദുന്യാവ് ഷെറുമാണ് അഫ്നയുമാണ്. മോശമാണ്, പെട്ടെന്ന് നശിക്കുന്നതുമാണ്. അപ്പൊ ഇതിമ്മ ആരും കൂടൂല, കൂടിയിട്ടില്ല. ഇപ്പൊ മഹാനായൊരു സൂഫി, അദ്ദേഹം കാട്ടിൽ ഏകാന്തനായ പർണശാലയിൽ സുജൂദും റുക്കുവും ദിക്റും ഫിക്റുമായിട്ട് കഴിയുന്ന ഒരാളാണ്. അപ്പോൾ ഒരാളും മഴുവേറ്റ് വന്നിട്ട് അവിടെ ഒരു മരം വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സൂഫി ആളെ വിളിച്ചു, നിനക്കെന്താ തൊഴിലെന്ന് വെച്ചു. ഉസ്താദെ, ഞാൻ മരം വെട്ടിയിട്ട് കുട്ടികളെയും കെട്ടികളൊക്കെ പോറ്റുന്ന ആളാണ്, എനിക്ക് വേറെ മാർഗ്ഗമില്ല, ഞാൻ ഫക്കീറാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സൂഫി അദ്ദേഹത്തിനോട് ചോദിച്ചു, ഈ മരം വെട്ടിയിട്ട് ആ വിറകൊക്കെ വിറ്റ് എനിക്ക് എത്ര കിട്ടുക? പിന്നെ നാളെ പിന്നെ ഈ വരണ്ടേ? പിന്നെ മരം വെട്ടാൻ ഈ മലമുകളിലേക്ക് ഇനിയും കയറണ്ടേ? എനിക്ക് ഒരു കാര്യം ചെയ്തു തരാം, ഈ പ്രദേശത്ത് നിന്ന് ചെമ്പ് എടുക്കാൻ പറ്റുന്ന സ്ഥലം കാണിച്ചു തരാം, അവിടുന്ന് ചെമ്പ് ഖനനം ചെയ്തെടുത്താൽ മതി. എന്നാൽ പിന്നെ എല്ലാ ദിവസവും വരണ്ട, വിറക് വെക്കുന്നതിനേക്കാളും പൈസ ചെമ്പ് വിറ്റാൽ കിട്ടുമല്ലോ. അങ്ങനെ ചെമ്പ് ലോഹമുള്ള സ്ഥലം കാണിച്ചു കൊടുത്തു, അവിടുന്ന് ചെമ്പ് എടുക്കാൻ തുടങ്ങി. അപ്പം അത് വിറ്റ് അതിൻ്റെ കാശ് തീർന്നപ്പോൾ ഇയാൾ പിന്നെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് മലമുകളിൽ കയറിയത്. അപ്പോഴാണ് ഈ സൂഫി ചോദിച്ചത്, നിനക്ക് ഈ മലമുകളിൽ ഞാൻ സ്വർണമെടുക്കാൻ പറ്റുന്ന സ്ഥലം കാണിച്ചു തരട്ടെ, എന്നാൽ ഇനി നീ വിറക് വെട്ടാനോ ലോഹങ്ങൾ പരതാനോ ഈ മലമുകളിലേക്ക് വരണ്ട, ഒരു സ്വർണത്തിൻ്റെ കട്ടി വെട്ടിയെടുത്ത് കൊണ്ടുപോയി വിറ്റാൽ
നീ ഈ ഗ്രാമം കണ്ട് ഏറ്റവും വലിയ ധനാഢ്യനാകും, സുഗോലുപതയുടെ പറുദീസയിലെ രാജപ്രഭുവാകും. അതുകൊണ്ട് നീ അധ്വാനിക്കണ്ട, നിനക്ക് ഞാൻ സ്വർണ്ണക്കനി വെട്ടിയെടുക്കാനുള്ള സ്ഥലം കാണിച്ചു തരാം. അദ്ദേഹം കാണിച്ചു കൊടുത്തു. അവിടെ കുഴിച്ചപ്പോൾ വലിയ സ്വർണ്ണക്കനി കിട്ടി. ഈ ഫക്കീറായ മനുഷ്യൻ അത് കൊണ്ടുപോയിട്ട് വിറ്റു. ആ ഗ്രാമം കണ്ട വലിയ മുതലാളി, കോടീശ്വരനായ മനുഷ്യൻ ലക്ഷക്കണക്കിന് രൂപ കൊടുത്തുകൊണ്ട് വലിയ കൊട്ടാരം കെട്ടി. ഒരു ദിവസം അതിന്റെ മട്ടുപ്പാവിൽ കയറിയിട്ട് മന്ദമാരുതന്റെ കുളിരേറ്റിങ്ങനെ ഇരിക്കാണ്. അപ്പോഴാണ് ഇയാൾക്കൊരു ചിന്ത ഉടലെടുത്തത്. അവിടുന്നാണ് മനുഷ്യനാകുന്നത്. അതുവരെ മനുഷ്യനാവില്ല. ഇയാളിങ്ങനെ ചിന്തിച്ചു, ആ സൂഫിയ മനുഷ്യൻ ഒരു ഓലമേഞ്ഞ കുടിലാണുള്ളത്. അദ്ദേഹത്തിന് മര്യാദക്ക് പായില്ലല്ലോ, തലയണയില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ ആ കുടിൽ മഴ ഇതാ ചോർന്നൊലിക്കുമല്ലോ, കാറ്റടിച്ച പൊളിഞ്ഞു പോകുമല്ലോ. അപ്പൊ എനിക്ക് കാണിച്ചു തന്ന ചെമ്പും സ്വർണ്ണൊക്കെ അവിടെ ഉള്ളത് ഈ മഹാന് നേരത്തെ അറിയല്ലോ, എന്താ അയാൾ എടുക്കാഞ്ഞേ? സുബ്ഹാനല്ലാഹ്. മനുഷ്യനാണെങ്കിൽ അതാണ്, ബുദ്ധി വേണം. അകക്കൺ തുറന്നൊന്നേ നോക്കൊന്നേ മൂടാ, ഉൾസാരം വന്നാൽ ഉറങ്ങാമോ കേടാ. പകൽ കണ്ണടച്ചാലിരുളാമോ പോട്ട, ഫന്തം പിടിച്ചാൽ ഫജ്റാമോ പൊട്ട. ആ മഹാനായ സൂഫി പറഞ്ഞു കൊടുത്ത സ്ഥലത്ത് കുഴിച്ച് സ്വർണ്ണക്കനിയെടുത്ത് വിറ്റുകൊണ്ട് അതുകൊണ്ട് കിട്ടിയ കോടികളെ കൊണ്ട് കൊട്ടാരം പണിത് അതിൽ സുഗോലുപതയുടെ പറുദീസയിൽ സുഭിക്ഷമായി കഴിച്ചും രസകരമായി കുടിച്ചും രമിച്ചും രസിച്ചും കളിച്ചും കുളിച്ചുമൊക്കെ കഴിയുന്ന സമയത്ത് കൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിൽ കയറിയിരിക്കുമ്പോൾ ആ മനുഷ്യനെ ഒരു ചിന്ത നോവിക്കുകയാണ്. എന്തേ നിനക്ക് ഈ സ്വർണ്ണക്കനി കാണിച്ചു തന്ന ആ മനുഷ്യൻ ഓലമേ കുടിലാണല്ലോ, അദ്ദേഹം എന്തേ ഇതൊക്കെ വെട്ടിയെടുത്തുകൊണ്ട് നിന്നെ പോലെ ധനാഢ്യനാവാത്തത്? അദ്ദേഹം വിഡ്ഢിയല്ലല്ലോ. അദ്ദേഹത്തിന് സ്വർണം വേണ്ടേ, ചെമ്പ് വേണ്ടേ, പണം വേണ്ടേ, പത്രാസ് വേണ്ടേ? എന്തേ അത് നിനക്ക് തട്ടിത്തന്ന് അദ്ദേഹം അതിൽ നിന്ന് ഒഴിഞ്ഞത്? എന്റെ മൂപ്പര ഒഴിഞ്ഞെന്നുള്ളൊരു ചിന്ത മനുഷ്യന് സ്വന്തം. അവൻ്റെ ഹൃദയം ഒരു പാർലമെന്റ്, അതിലുണ്ട് പ്രധാനമന്ത്രിയും അതിലുണ്ട് എംപിമാരൊക്കെ ഉണ്ട്. ഇതിനേക്കാളും വലിയ പാർലമെന്റ് ഒന്നുമില്ല. ഇവിടെയാണ്. ഇവിടുത്തെ പ്രധാനമന്ത്രി ശരിയായാൽ മറ്റുള്ളതൊക്കെ ശരിയാവും. ഇവിടെ ഉണ്ട് പ്രധാനമന്ത്രി, അക്കലാണ്. ആ പ്രധാനമന്ത്രി കൽപ്പിക്കുന്നത് നടപ്പിലാക്കണ പോലീസുകാരാണ് കാലും കയ്യും വിരലുകളൊക്കെ. 10 പട്ടാളക്കാർ ഇവിടെ തന്നെ ഉണ്ട്. പ്രധാനമന്ത്രി പറഞ്ഞേ ചെയ്യണതാണ്. അതിൻ്റെ ഇടയ്ക്കൊരു കാര്യങ്ങൾ ദ്വാർക്കും ചെയ്യണം. ഇന്ത്യയെ വർഗീയവാദികളുടെ നികൃഷ്ട കരാള ഹസ്തങ്ങളിൽ നിന്ന് പടച്ചോൻ കാത്തുരക്ഷിക്കട്ടെ. അല്ല, അതും വേണം. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ വാല് നടത്താനും പറ്റൂല. അത് ഓർന്നുകൊണ്ട് ചെയ്യാൻ നല്ലതാ. ഒന്നും കൂടി ആമയും പറയുങ്ങൾ. നമ്മളെ നെഞ്ഞത്തേക്ക് എടുക്കുന്ന വിഷയമാണ്. ഈ ഇന്ത്യയെ ഭരണാധികാരികൾ വർഗീയവാദികളായി മുസ്ലിമീങ്ങളെ തന്നെയും ചിഹ്ന ഭിന്നമാക്കി വെള്ളം കലക്കി മീൻ പിടിക്കാനുള്ള ഒരു ബ്രിട്ടീഷ് അജണ്ട ഇവിടെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. അത് നമ്മുടെ ഇടയിൽ ആ പോയസം ഏശുന്ന അപകടത്തിൽ നിന്ന് പടച്ചോൻ അവൻ്റെ മഹലായ ഫضل കൊണ്ട് ഈ ഉമ്മത്തിനെ കാത്തുരക്ഷിക്കട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്. ഈ വിഷയങ്ങൾ ചിന്തിക്കും വേണം. ആ വിഷയത്തിന് ദ്വാർക്കും വേണം. ഈ വിഷയം ചിന്തിക്കും വേണം. ഇത് മനുഷ്യന് ചിന്തിക്കുമല്ലേ. എനിക്ക് ഈ സ്വർണം കാണിച്ചെന്ന് ആ മഹാനിത് കണ്ടിരുന്നല്ലോ. കാരണം അവരാൽ എനിക്കിത് കാണിച്ചെന്ന്. അപ്പം എന്തേ ഓല അത് എടുക്കാൻ? എന്നെക്കാളും വലിയ കൊട്ടാരം അദ്ദേഹത്തിന് ഉണ്ടായിക്കൂടായിരുന്നു. എന്താ അത് അദ്ദേഹം എടുക്കാതിരുന്നത്? അങ്ങനെ ചിന്തിച്ചു തുടങ്ങിയാൽ എല്ലാവരും ശരിയാവും. ഇന്ന് മനുഷ്യന് സ്വസ്ഥമായിട്ട് ഇരുന്ന് ചിന്തിക്കാൻ പറ്റണില്ല. മുമ്പൊക്കെ മേപ്പിട്ട് നോക്കിയിട്ട് എല്ലാവരും മാനം കണ്ട് ചിന്തിച്ചിരുന്നു. അനന്തകോടി താരകങ്ങൾ, രാവിലെ ജ്യോതിർഗോളം, പ്രഭാമയമായ സൂര്യൻ്റെ ഉദയം, വർണ്ണച്ചിറകൾ വിടർത്തി നിൽക്കുന്ന മഴവില്ല്, ഇതൊക്കെ അങ്ങനെ മേപ്പിട്ടൊക്കെ ചിന്തിച്ചിരുന്ന കാലമുണ്ട്. ഇപ്പം മനുഷ്യന്മാർ മേപ്പിട്ട് നോക്കണില്ല. കാരണം എല്ലാവരും വാലിൻ്റെ സാഹസിൽ വരെ കീപ്പട്ടാണ്. മേപ്പിട്ട് നോക്കണില്ല, ഇപ്പം കീപ്പട്ട. നല്ലൊരു മുഫത്തിഷിനോട് പറഞ്ഞു, ഉച്ചക്ക് ഞാൻ വേളറിയാൻ പോയി പാലക്കാട് ജില്ലയിൽ. അപ്പോഴത്തെ ഒരു മുഫത്തിഷിനോട് പറഞ്ഞു, ഏതോ ഒരു മദ്രസയിൽ തഫ്തീഷിന് വേണ്ടി കയറിയപ്പോൾ 1-2 കുട്ടികളുണ്ടായാലും എങ്ങനെ ആക്കണ്?
എന്താ സംഗതി എന്ന് സോക്കോടൊന്നല്ല, ഇറ്റങ്ങൾ എപ്പോഴും മൊബൈൽ തോണ്ടി ഇപ്പം ഇങ്ങനെ മൊബൈൽ ഇല്ലെങ്കിലും തോണ്ടുകയാണ്, കൈ അടക്കി വെക്കാൻ വയ്യ. മൊബൈൽ ഇല്ലെങ്കിൽ ഇങ്ങനെ കൈ ഇളക്കിക്കൊണ്ട് നിൽക്കുക. പണ്ട് വെളിച്ചപ്പാടിൻ്റെ ചോര ആശുപത്രിയിൽ നിന്ന് പള്ളിമാമിനെ കയറ്റിയപ്പോൾ മിറാബെന്ന് തുള്ളി ചാടിയ മാതിരി ഇതിങ്ങോട്ട് അടങ്ങി കിട്ടണില്ല. ഇതിങ്ങനെ എപ്പോഴും ഇത് കളിച്ചോണ്ട് ഇത് കൈ അടക്കേക്കാൻ പറ്റണില്ല. മുമ്പ് അങ്ങനെ അല്ലായിരുന്നു. മുമ്പ് ഞാനൊക്കെ സ്കൂളിൽ പഠിച്ചെന്നാൽ വൈകുന്നേരം മേപ്പിട്ട് നോക്കും, എന്തൊരു രസമാണ്. സുബ്ഹാനല്ലാഹ്. വസ്സമാഅ റഫഅഹാ വവളഅൽ മീസാൻ അല്ലാ തത്ഗൗ ഫിൽ മീസാൻ വഅഖീമുൽ വസ്ന ബിൽ ഖിസ്തി വലാ തുഖ്സിറുൽ മീസാൻ. എന്ത് രസാണല്ലേ. അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നമ്മളൊരു വീട്ടിൽ പന്തലിടണമെങ്കിൽ എത്ര പണിക്കാർ വരണം. നമ്മളിപ്പോൾ കണ്ടോ, ഇപ്പം അള്ളാൻ്റെ ബൾബാണ്ട് ഓഫായി, സൂര്യൻ നമ്മുടെ ഭാഗത്ത് നിന്ന് ആണ്ട് ഓഫായി, എന്നിട്ട് എത്ര ബൾബ് നമ്മൾ കത്തിച്ചിരിക്കണ്. എന്നാ ഇനി അങ്ങോട്ട് പോകാൻ ടോർച്ച് വേണ്ടേ? എന്നാ ഇനി അങ്ങോട്ട് പോകാൻ ടോർച്ച് വേണ്ടേ? ഓരോ വണ്ടിമേലും ബൾബല്ലേ. ഏതെങ്കിലും ഒരു വണ്ടിമേ ബൾബ് ഇട്ടുകൊണ്ട് മറ്റുള്ള ഓഫാക്കുണ്ടോ? അള്ള ബൾബാണ്ട് ഓഫാക്കിയപ്പോൾ നമ്മൾ എത്ര കത്തിച്ചിട്ടും തികയണില്ല. സുബ്ഹാനല്ലാഹ്. സുബ്ഹാനല്ലാഹ്. ഇന്ന് 800 കോടി മനുഷ്യന്മാർ ഈ ഭൂമിയിലുണ്ടെങ്കിൽ ഈ 800 കോടിയുടെയും മൂക്ക് ഒരുപോലെയല്ല, ഈ 800 കോടിയുടെയും കണ്ണ് ഒരുപോലെയല്ല, ഈ 800 കോടിയുടെയും വിരലുകൾ ഒരുപോലെയല്ല, ഈ 800 കോടിയുടെയും മുടികൾ ഒരുപോലെയല്ല, ഈ 800 കോടിയുടെയും നരമ്പുകൾ ഒരുപോലെയല്ല, ഈ 800 കോടിയുടെയും എല്ലുകൾ ഒരുപോലെയല്ല, ഈ 800 കോടിയുടെയും സ്വരങ്ങൾ ഒരുപോലെയല്ല, ഈ 800 കോടിയുടെയും സംസാരം ഒരുപോലെയല്ല, ഈ 800 കോടിയുടെയും ബുദ്ധി ഒരുപോലെയല്ല. ഓരോ ആളുകൾക്കും അതിൻ്റെ കണക്കനുസരിച്ചുകൊണ്ട് കൃത്യമായി വൈവിധ്യ രൂപത്തിൽ വ്യത്യാസപ്പെടുത്തി ഈ സൗന്ദര്യമായ പ്രപഞ്ചത്തെ തീറ്റിപ്പോറ്റി സംരക്ഷിച്ച് നിലനിർത്തുന്ന ജഗന്നിയന്താവ് ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ് അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി റബ്ബനാ മാ ഖലഖത ഹാദാ ബാത്തിലാ സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. മോനെ, രാത്രി ഒരു ദൃഷ്ടാന്തമാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൻ നാസ് വരെയുള്ള മുസ്ഹഫിലെ ആയത്തുകൾ മാത്രമല്ല ആയത്ത്, അത് അർത്ഥം വെക്കാൻ ഉസ്താദുമാർക്കേ കഴിയുകയുള്ളൂ, കിതാബ് വായിക്കാൻ ഉസ്താദുമാർക്കേ കഴിയുകയുള്ളൂ. എന്നാൽ സൂര്യൻ ഒരു ആയത്താണ് മോനെ. ആ സൂര്യനെ വായിച്ചുകൊണ്ട് പടച്ചവനെ അറിയാൻ ഉസ്താദ് ആകണ്ട. നക്ഷത്രങ്ങളെ വായിച്ചുകൊണ്ട് പടച്ചവന്റെ കുതിരത്തറിയാൻ ഉസ്താദാകണ്ട. ആകാശഗംഗയിലേക്ക് നോക്കി സൃഷ്ടി തമ്പുരാന്റെ അസാമാന്യമായ ശക്തി വിശേഷമറിയാൻ ഉസ്താദ് ആകണ്ട. ഇവിടെയുള്ള കായ്ക്കനികളില്ലേ, വൃക്ഷലതാദികളില്ലേ, സസ്യങ്ങളില്ലേ, പൂക്കളില്ലേ, പക്ഷിപ്പറവുകളില്ലേ, തസ്ബീഹിന്റെ മധുരരാഗ സരസ്വത മുഴക്കുന്ന കടലിലെ തിരമാലകളില്ലേ, എണ്ണിയാൽ ഒടുങ്ങാത്ത മൃഗങ്ങളില്ലേ. ഇതൊക്കെ ചിന്തിച്ചാൽ പ്രിയപ്പെട്ടവര് ഖദ് അഫ്ലഹ മാ തസക്കാ. ഇത് തലേക്ക് നല്ലോണ്ട് കയറ്റിട്ടാ ഖദീജാവി പോയത്. ഇനി അവരൊക്കെ പോയിട്ട് സ്വർഗത്തേക്ക് നമ്മൾ പെണ്ണുങ്ങൾ പോവുകയാണെങ്കിൽ പോകും. അപ്പൊ ചിന്തയാണ് മനുഷ്യനെ നന്നാക്കുക. ലിബറലിസം എന്ന് പറഞ്ഞാൽ ചിന്ത, യുക്തിവാദി എന്ന് പറഞ്ഞാൽ അവർക്ക് അക്സോണ്ട് പേരിട്ടാണ് മഫാസത്ത് എന്നൊക്കെ പറഞ്ഞാൽ. അറബിയിൽ അങ്ങനെ ഉണ്ട്, നേരെ അക്സോണ്ട് പേരിടുന്ന ഒരു ഒപ്പുണ്ട്. ചിലപ്പം വെളുവെളുത്ത മനുഷ്യനെ അസ്വദ് എന്ന് പേരിടും, കറകർത്തോന്ന് അതിൻ്റെ അർത്ഥം. അറബിയിൽ അങ്ങനെ ഉണ്ട്. നാളെ ഞാനൊരു ചെറുപ്പക്കാരൻ നിസ്കരിക്കുന്നുണ്ട്, ഓ റുക്കൂ പോയപ്പോൾ പാൻറ് കിഴിഞ്ഞിക്കുന്നു, സുജൂദ് പോയപ്പോൾ ബാക്കിൽ പലർക്കട തുറക്കും ചെയ്തിരിക്കുന്നു. ഇപ്പോഴത്തെ കുട്ടികളെ പാൻറ് അങ്ങനെയാണല്ലോ. നമ്മൾ ബാക്കിലും കണ്ട് നിന്നാൽ പടച്ചവനെ ആ കണ്ട മുഴുവൻ മനുഷ്യന്മാരും
സംഘം ചേർന്ന് ഓടും. ആയാതി സുജൂദാണ് അവൻ ചെയ്യണത്. അപ്പോൾ തിരുത്താൻ വേണ്ടിയിട്ട് ഞാൻ കഴിഞ്ഞപ്പോൾ അവനോട് പേര് വെച്ചപ്പോൾ എന്നോട് പറഞ്ഞു അസ്തർ എന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം ഏറ്റവും കൂടുതൽ മറക്കണ ആൾ എന്നാ. ഒന്നോട്ട് മറിച്ചിട്ടില്ല. അല്ല, ആ പേരിൻ്റെ അർത്ഥം ഏറ്റവും കൂടുതൽ മറക്കണ. അസ്തർ അഫ്ലു തഫ്ലീലല്ലോ, മറക്കണ ആളെന്ന്. അവനാണെങ്കിൽ ഒന്നും മറിച്ചിട്ടില്ല. എന്നുപോലെയാണ് യുക്തിവാദി. യുക്തിവാദിക്ക് യുക്തിയില്ല. കാരണം യുക്തി വേണമെങ്കിൽ യുക്തിക്ക് പരിധി ഉണ്ട് എന്ന് ആദ്യം ഒന്ന് മനസ്സിലാക്കണ്ടേ. നമ്മുടെ കണ്ണിന് പരിധിയുണ്ട്, നമ്മുടെ ചെകിടിന് പരിധിയുണ്ട്, നമ്മുടെ കൈക്ക് പരിധിയുണ്ട്, നമ്മുടെ കാലിന് പരിധിയുണ്ട്, നമ്മുടെ മൂക്കിന് പരിധിയുണ്ട്, എന്നാൽ യുക്തിക്കും പരിധിയുണ്ട്. ആ പരിധിക്കപ്പുറത്തുള്ള പറയാനാണ് പഠിച്ച ആളുകൾ ഇറക്കിയത്. മറ്റേ ശാസ്ത്രജ്ഞന്മാർ പോലെ അതിന് മുത്തുനബിയാണോ? മനുഷ്യന് പഞ്ചേന്ദ്രിയം കൊണ്ട് ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യങ്ങൾ പറയാൻ ഇവിടെ എന്തിന് അമ്പിയാക്കൾ? ചിലർ പറയുന്നു ഖുർആനൊക്കെ നേരെ ശാസ്ത്രമാക്കണമെന്ന്. വിഡ്ഢിത്തല്ലേ? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി എന്നുള്ളതിനെതിരല്ലേ അത്? ശാസ്ത്രം കൊണ്ട് പിടുത്തം കിട്ടാത്ത കാര്യത്തിൽ വിശ്വസിക്കുന്നവരെന്ന് പറഞ്ഞിട്ടാ ഖുർആൻ തുടങ്ങണേ തന്നെ. നീ ഒക്കെ ശാസ്ത്രീയാക്കണം, എന്നിട്ട് ശാസ്ത്രം പഠിച്ചോനെ കണ്ടുപിടിക്കണം എന്ന ശാസ്ത്രലിമല്ല എന്നാ ഇപ്പൊ ചില ആളുകൾ ലിബറലിസം കയറിയിട്ട് പരിഹസിച്ചുകൊണ്ട് പറയുന്നത്. വിഡ്ഢികളല്ലേ? ഭ്രാന്താലയത്തിലെ അന്തേവാസികളല്ലേ? അവിടെയാണ് മനുഷ്യൻ ചിന്തിക്കേണ്ടത്. മനുഷ്യന്റെ ഡെഫിനിഷൻ തന്നെ ചിന്തിക്കുന്ന മൃഗം, ഹൈവാനു നാത്തിക്കുന്ന ചിന്തിക്കുന്ന മൃഗം. ചിന്ത അല്ലെങ്കിൽ നമ്മളും കാലുകളും തമ്മിൽ കാര്യമായ വ്യത്യാസം വാലുമ്മലാണ്. പിന്നെ 2 കാല് അതൊന്നാണ് മുമ്പ് നമ്മൾ 4 കാലുമല്ല അറിഞ്ഞിരുന്ന ചെറിയ കുട്ടിയാകുമ്പോൾ. അപ്പം അന്ന് മൃഗം എന്ന് പറയാൻ പറ്റുമോ? ആദ്യം നമ്മൾ 2 കൈയും കുത്തിയിട്ട് അടഞ്ഞിരുന്നല്ലോ, അതുകൊണ്ട് മൃഗം എന്ന് പറയാൻ പറ്റുമോ? ചിന്തിക്കണം. ഈ ധനാഢ്യനായ കോടീശ്വരൻ കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ വെച്ചുകൊണ്ട് ചിന്തിക്കുകയാണ്, എനിക്ക് ഈ സ്വർണ്ണക്കനിയൊക്കെ കാണിച്ചു തന്ന മഹാൻ എന്തുകൊണ്ട് ഇത് എടുത്തില്ല? അവിടുന്നാണ് മനുഷ്യനാവുക. ചിന്തിച്ചപ്പോൾ അദ്ദേഹത്തിന് കിടന്നിട്ട് ഉറക്കം കിട്ടുന്നില്ല. അതിൻ്റെ പൊരുള് തേടിയിട്ട് കൊട്ടാരം വിട്ടിട്ട് കാട്ടുക പിന്നെയും കയറി. ആ മഹാന്റെ പർണശാലയിലെത്തി. എന്നിട്ട് ചോദിച്ചു, ഉസ്താദേ, നിങ്ങൾ കാണിച്ചു തന്ന സ്ഥലത്ത് നിന്ന് സ്വർണ്ണക്കനി വെട്ടിയെടുത്തുകൊണ്ട് ഞാൻ നാട് കണ്ട ഏറ്റവും വലിയ ധനാഢ്യനായ കൊട്ടാരത്തിൽ കഴിയുകയാണ്. പക്ഷേ എനിക്ക് ഇന്നലെ മുതൽ എന്നെ അലട്ടുന്നൊരു സംശയമുണ്ട്. ഉറക്കം പോലും നിഷേധിക്കപ്പെടുകയാണ്. സ്വാസ്ഥ്യമായ അവസ്ഥ എനിക്കില്ല, നിങ്ങളതൊന്ന് തീർത്തു തരണോ? ഗുരുവായ ആത്മീയ ആചാര്യൻ ചോദിച്ചു, എന്താണ് നിന്റെ സംശയം? ഉടനടി പറഞ്ഞു, എനിക്ക് ഈ കാണിച്ചു തന്ന സ്വർണവും ചെമ്പുമൊക്കെ നിങ്ങൾക്ക് അറിയുമല്ലോ. നിങ്ങളെന്തേ ഈ ഓലമേന മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന, കാറ്റടിച്ചാൽ പൊളിഞ്ഞു പോകുന്ന ഈ കൊച്ചുകൂരയിൽ തീഷ്ണമായ ഉഷ്ണവും ശക്തമായ ശൈത്യമൊക്കെ സഹിച്ചുകൊണ്ട് ഒറ്റയ്ക്ക് പ്രയാസപ്പെട്ടുകൊണ്ട് ദാരിദ്ര്യത്തിൻ്റെ പരീക്ഷണത്തിൽ കഴിയുന്ന സമയത്ത് എനിക്ക് മുതലാളിയാവാനുള്ള വഴി പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് ആ സ്വർണമൊന്ന് എടുത്ത് വിറ്റുകൂടായിരുന്നോ? നിങ്ങളെന്തേ അത് ചെയ്യാതെ എൻ്റെ ഭാഗത്തേക്ക് തട്ടിയത്? ഇത് ചോദിക്കാൻ വന്ന ധനാഢ്യനായ കോടീശ്വരനെ മുന്നിലിരുത്തിയിട്ട് ഈ സൂഫിയത മനസ്സ് തുറക്കുന്നു. മനസ്സിൽ നിന്ന് മനസ്സിലേക്ക് കൊടുക്കുന്ന മോനെ, ദുനിയാവിലെ കൊട്ടാരം കൊട്ടാരമല്ല, ദുനിയാവിലെ ജീവിതം ജീവിതമല്ല, ദുനിയാവിലെ ഭക്ഷണം ഭക്ഷണമല്ല, ദുനിയാവിലെ പാനീയം പാനീയമല്ല, ഇവിടെയുള്ള ഫ്രൂട്ട്സുകൾ ഫ്രൂട്ട്സുകളല്ല, ഇവിടെയുള്ള ജീവിതം രോഗങ്ങൾ പേറുന്നതാണ്. ഏഷണി ഭീഷണിയുടെ മധ്യത്തിലാണ്, ശത്രുക്കളുടെ നടുക്കളത്തിലാണ്. ഇവിടെ ജനിച്ചിട്ടുണ്ടെങ്കിൽ മരണം ഉറപ്പാണ്. ഏത് കൊട്ടാരവും പൊളിഞ്ഞു പോകുന്നതാണ്. ഏത് കൊട്ടാരത്തിൽ കഴിയുന്നവനും മയ്യിത്താകുന്നതാണ്. ഇവിടെയുള്ള പഴങ്ങളൊക്കെ സീസൺ സമയത്ത് വരുന്നതാണ്. മാങ്ങയ്ക്കൊരു സീസൺ ഉണ്ടത് കഴിഞ്ഞാൽ മാങ്ങയില്ല. ബത്തക്കൊരു സീസൺ ഉണ്ടത് കഴിഞ്ഞാൽ ബത്തക്കയില്ല. ആപ്പിളിനൊരു സീസൺ ഉണ്ടത് കഴിഞ്ഞാൽ ആപ്പിളില്ല. എന്നാൽ വിളമ്പി വെച്ച ഭക്ഷണം എത്ര സുഭിക്ഷമാണെങ്കിലും സമയം കഴിഞ്ഞാൽ പൊളിക്കുന്നതാണ്. പിന്നെ തിന്നാൻ കഴിയൂല മോനെ. ഇവിടെ മനുഷ്യന്റെ ആയുസ് അവനെ മരണത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നതാണ്. അന്ധത ബാധിക്കുന്നതാണ്. ചെവിടിന് അതാ പ്രശ്നം ബാധിക്കുന്നതാണ്. പാർട്സുകൾക്ക് ക്ഷീണം ബാധിക്കുന്നതാണ്. മനുഷ്യൻ കബറിലേക്കുള്ള നടത്തമാണ്. ഇവിടെ കൊട്ടാരം കിട്ടിയിട്ടും കാര്യമില്ല.
പൊന്നുമോനെ, ദുനിയാവിൽ കൊട്ടാരം വേണ്ടാന്ന് ഞാൻ കരുതാനുള്ള കാരണം പൊളിഞ്ഞു പോകാത്തൊരു കൊട്ടാരമുണ്ടേ. അത് കനക കൊട്ടാരമാണ്. അതിലെ ഇഷ്ടികകൾ വെള്ളികളാണ്. അതിലേക്ക് കയറാനുള്ള സ്റ്റെപ്പുകൾ മാണിക്യത്തിൻ്റെതാണ്. കുമ്മായത്തിന് പകരം അതിൽ അടിച്ചിട്ടുള്ളത് കുങ്കുമമാണ്. ആ കൊട്ടാരത്തിൽ വിതറപ്പെട്ട മുത്തുകളെ പോലെയുള്ള ഹൂറുല്ലീങ്ങളുണ്ട്. പ്രായം കൂടാത്ത കുട്ടികൾ ഖിദ്മത്തിനുണ്ട്. ആ കൊട്ടാരം പൊളിഞ്ഞു പോകൂല. ആ കൊട്ടാരത്തിൽ കയറിയവൻ മരിച്ചു പോകൂല. ആ കൊട്ടാരം എൻ്റെ തലക്കങ്ങ് കയറിയപ്പോൾ ഞാൻ ദുനിയാവിലെ കൊട്ടാരം വേണ്ടാന്ന് വെച്ചതാണ് മോനെ. സൂഫിയുടെ ഉദ്ബോധനത്തിൻ്റെ മുമ്പിൽ മനം പൊട്ടിയിട്ട് ഈ മനുഷ്യനങ്ങ് വീഴുകയാ. പിന്നെ കൊട്ടാരമില്ല. ഇബ്രാഹിം അദ്ദേഹത്തിനെ കുറിച്ച് പാടിയതുപോലെ ബലഖീലെ ഇബ്രാഹിം അത് 18 രാജ്യം വീട്ടവർ കരിമ്പടം പുതച്ചിടുന്നേ. ഇതൊക്കെ പറയുന്നവര് ലിബറലിസത്തിന്റെ വിഷം കയറിയ ആളുകൾക്ക് ഭ്രാന്തന്മാരാണെങ്കിൽ ആ ഭ്രാന്തനായി ജീവിച്ച് മരിക്കാനാണ് നമ്മൾ ദ്വാരിക്കണത്. ഞാൻ ഇന്ന് രാവിലെ ഒരു സ്ഥലത്ത് പ്രസംഗിച്ചപ്പോൾ ഇച്ചമസ്താൻ്റെ 2 വരി എല്ലാത്തിനുള്ള മറുപടിയായി പറഞ്ഞു കൊടുത്തു. പലരും നമ്മളെ മക്കാറാക്കണ് പറയും ഞാനീ ഹക്ക്. പലരും നമ്മളെ പിരാന്തനാക്കണേ തുടരും ഞാനീ പോക്കേ. പലരും നമ്മളെ മക്കാറാക്കണ് പറയും ഞാനീ ഹക്ക്. പലരും നമ്മളെ പിരാന്തനാക്കണ് തുടരും ഞാനീ പോക്കേ. പവിഴപ്പുറ്റുകളെന്നു നനച്ചത് പാമ്പിൻ പോത്തുകളാണേ. പനനീർ തുള്ളികളെന്ന് നനച്ചത് കണ്ണീർ ചാലുകളാണേ. കണ്ണീർ ചാലുകളാണേ. സംഗതി ദാസേട്ടൻ പാടിയതാണ്. പക്ഷെ അത് അദ്ദേഹത്തിന് വിട്ടുകൊടുക്കേണ്ട വരികളല്ല. അത് വാതിൽ മുഴങ്ങേണ്ട പാട്ടാണ്. കാരണം അതൊരു സൂഫി ഉണ്ടാക്കിയതാണ്. ഇന്ന് പാടാൻ പറ്റിയ പാട്ടാണത്. ഇന്ന് പാടാൻ പറ്റിയതാണ്. ഞാൻ ഒന്നും കൂടി പാടാം, നിങ്ങൾക്ക് വായന മനസ്സിലായിട്ടുണ്ടാവും. പലരും നമ്മളെ മക്കാറാക്കണ് പറയും ഞാനീ ഹക്ക്. ആയത്തും ഹദീസും ഓതിയിട്ട് ആദർശം പരിരക്ഷിക്കാൻ വേണ്ടി ഉലമാ പാടിടുമ്പോൾ പിരാന്തെന്ന് വിളിക്കണ സോഷ്യൽ മീഡിയ കയറിയിട്ട് മേടുന്ന ആൾക്കാരൊക്കെ ചിന്തിച്ചോളി ഈ പിരാന്ത് ആർക്കാണ്. ഈ ഉമ്മത്തിനെ ഭിന്നിപ്പിക്കാനുള്ള വർത്താനം പറയണവര്, ഈ ഉമ്മത്തിലെ സയ്യിദന്മാരെ ഉലമായിനെയും തമ്മിൽ രണ്ടാക്കാൻ വർത്താനം പറയുന്ന ആൾക്കാർ ഒക്കെ ചിന്തിച്ചോളി എവിടേക്കാണ് ഈ പോക്ക്. ലാസ്റ്റ് ശ്വാസ സമയത്ത് ഈ വാക്കുകളൊക്കെ തിരിച്ചടിക്കും. മൻ സമത്തനജ, അള്ളാഹു നമ്മളെ സലാമത്താക്കി തരട്ടെ. പലരും നമ്മളെ മക്കാറാക്കണ് പറയും ഞാനീ ഹക്ക്. പലരും നമ്മളെ പിരാന്തനാക്കണ് തുടരും ഞാനീ പോക്കേ. പവിഴപ്പുറ്റുകളെന്നു നനച്ചത് പാമ്പിൻ പോത്തുകളാണ്. പനനീർ തുള്ളികളെന്ന് നനച്ചത് കണ്ണീർ ചാലുകളാണ്. കണ്ണീർ ചാലുകളാണ്. പട്ടാപ്പകലും പട്ടാപ്പകലും ചൂട്ടും മിന്നിച്ച് മനുഷ്യനെ തേടി നടന്നു. ഞാൻ മനുഷ്യനെ തേടി നടന്നു. ഈ ദുനിയാവൊക്കെ നടന്നു, പക്ഷേ മനുഷ്യനെ കണ്ടില്ല. ഞാൻ മനുഷ്യനെ കണ്ടില്ല. ഇന്ന് ശരിക്കുള്ള ഒരു മനുഷ്യനുണ്ടോ? ഉണ്ട് കേട്ടോ. മനുഷ്യൻ്റെ രൂപത്തിലുള്ള പോത്ത്, മനുഷ്യൻ്റെ രൂപത്തിലുള്ള കടുവ, മനുഷ്യൻ്റെ രൂപത്തിലുള്ള സിംഹം, മനുഷ്യൻ്റെ രൂപത്തിലുള്ള നരി. ഇന്നലെ ഒരാൾക്ക് എൻ്റെ മൊബൈലിലേക്ക് ഒരാൾ വീഡിയോ വിട്ടെന്ന് കൊലായിലിരിക്കുന്ന പിതാവിനെ ചെറുപ്പക്കാരനായ മകൻ 2 കൈകളും എടുത്ത് ഇടിച്ച് 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 അടിച്ച് പൊടിച്ച് കൊന്നം കണ്ടിട്ടു. ഇവൻ മനുഷ്യനാ? ഇവൻ മനുഷ്യനാ? ഒരു മഹാനായ പണ്ഡിതനെ, ധനാഢ്യൻ, അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വിളിച്ചിട്ട് സൽക്കരിക്കാൻ. ഭക്ഷണം കഴിഞ്ഞപ്പോൾ ഈ പണ്ഡിതൻ ചോദിച്ചു, നിങ്ങൾക്ക് എത്ര കുട്ടികളാ?
ഒരു മോനെ ഉള്ളൂ എന്ന് പറഞ്ഞു. 4 ഉണ്ട്, ഒന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു, കല്യാണം കഴിച്ചിക്കണോ? ഇല്ല, കല്യാണം കഴിച്ചിട്ടില്ല. കല്യാണം കഴിച്ചിക്കണ ഭാര്യ ഇല്ല. കല്യാണം കഴിച്ചിക്കണ ഭാര്യ ഇല്ല. സത്യത്തിൽ ഭാര്യ എൻ്റെ ഉള്ളിലുണ്ട്, 4 മക്കളുണ്ട്. ഭാര്യ എൻ്റെ ഉള്ളിലുണ്ട്, 4 മക്കളുണ്ട്. അപ്പോൾ പിരിയാൻ നേരത്തെ ഈ ഉസ്താദ് ചോദിച്ചു, നിങ്ങളെ പ്രായം എത്രയെന്ന് വെച്ചു. എനിക്ക് 7 വയസ്സായിട്ടുള്ളൂ എന്ന്. 71 വയസ്സുണ്ട്. 7 വയസ്സായിട്ടുള്ളൂ. നിങ്ങളെ സാമ്പത്തിക ആസ്തി എത്രയെന്ന് വെച്ചു. അതൊരു 10,000 റുപ്യേൻ്റെ അടുത്തുണ്ടാവുള്ളൂ എന്ന്. കോടികളുള്ള മനുഷ്യനാ പറഞ്ഞു. പക്ഷെ അദ്ദേഹം പറഞ്ഞതിൽ കഴമ്പുണ്ട്. എന്താ അറിയോ? ആൾ പറഞ്ഞു, 4 കുട്ടികളുണ്ടെങ്കിൽ 3 എന്നെ അനുസരിക്കാത്തവരാണ്. അപ്പോൾ ജനങ്ങൾ എൻ്റെ കുട്ടികളാണെന്ന് പറയണമെങ്കിലും എൻ്റെ കുട്ടി ഒരു കുട്ടിയുള്ളൂ, ഞാൻ പറഞ്ഞ അനുസരിക്കണം, അതാണ് എൻ്റെ മോനെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞത് ശരിയാ. പിന്നെ ഭാര്യ ഇല്ല എന്ന് പറഞ്ഞില്ലേ, ഞാൻ കെട്ടിക്കുന്ന ഒരു പെണ്ണ് ഉള്ളിലുണ്ട്. പക്ഷെ ഓളെ ഫോൺ വിളിയും സല്ലാപവും സ്നേഹമൊക്കെ വേറെ ആളായിട്ടാണ്. എൻ്റെ പേരിൽ ഭാര്യ എന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷെ കൽബും ബന്ധമൊക്കെ വേറെ ആളായിട്ടാണ്. അതുകൊണ്ട് തത്വത്തിൽ എൻ്റെ ഭാര്യയല്ല, കോലത്തിൽ എൻ്റെ ഭാര്യയുള്ളൂ എന്നാണ്. സുബ്ഹാനല്ലാഹ്. അന്ന് നമ്മൾ എത്ര ആൾക്കാരെ പുറക്കാരിങ്ങനെ പറയേണ്ടി വരൂല്ലേ? എത്രണ്ണ അപ്പോൾ പറഞ്ഞാൽ കേൾക്കണ കുട്ടികളുള്ളേ? നമുക്ക് പറഞ്ഞാൽ കേൾക്കുന്ന എത്ര കുട്ടികൾ ഇപ്പോൾ ഇരിക്കണ മാതാപിതാക്കൾക്ക് വീട്ടിലുണ്ട്. ഇല്ലെങ്കിൽ ആ മനുഷ്യൻ പറഞ്ഞ മറുപടി നമ്മളും പറയാം. അപ്പം നിങ്ങളെ വയസ്സെത്ര? 71 വയസ്സുള്ള ആൾ പറയാണ് 7 വയസ്സാണ്. കാരണം 7 വയസ്സിന് മുമ്പാണ് ഈ ആലിമിനേറ്റ് ബന്ധം സ്ഥാപിച്ചിട്ട് കൽബൊന്നും നന്നായി കിട്ടിയത്. അതിന് മുമ്പ് കാടനായിരുന്നു. ആ കാടനായി ജീവിച്ച അഹങ്കാര സമയത്തുള്ളൊന്നും മനുഷ്യൻ്റെ ആയുസായി കൂട്ടൂല. കാരണം ഉലായിക്ക കല്ലന്നാം, അവിടെ നിന്നിട്ടുള്ളത് ആയുസായിട്ട് കൂട്ടുള്ളൂ. അത് നോക്കുകയാണെങ്കിൽ 7 വയസ്സാണ്. പൈസയാണെങ്കിൽ കോടികളുണ്ട്, പക്ഷേ അതിൽ പരലോകത്തേക്ക് ഉപകരിക്കുന്നതെന്ന് കൃത്യമായി വിലയിരുത്താൻ പറ്റുന്നൊരു 10,000 മാത്രമേ ഉള്ളൂ. അല്ലാ. ബുദ്ധി തുളഞ്ഞ ഒരു കുട്ടിയോട് സ്കൂളിലുള്ള ഹെഡ്മാഷ് ചോദിച്ചു, നിന്റെ പ്രായം എത്രയാടാ? 14 വയസ്സ്. എൻ്റെ വാപ്പാൻ്റെ പ്രായം എത്രയാണ്? കുട്ടി പറഞ്ഞു 14 വയസ്സ് സാറേ. മാഷാണിച്ചു, എൻ്റെ പ്രായം വാപ്പാൻ്റെ പ്രായമൊക്കെ 14 വയസ്സോ? ആ, ഞാൻ ചൂറിലാണ്ട് എടുക്കുപ്പ. എന്താ മനുഷ്യനെ കളിയാക്ക? സാറേ, അയാള് എൻ്റെ വാപ്പായത് ഞാൻ ജനിച്ചതിന് ശേഷമാണ്. അപ്പം അതിൻ്റെയൊക്കെ പ്രായം ഒന്നല്ലേ എന്ന് വെച്ച്. അതിൻ്റെ മുമ്പിൻ്റെ വാപ്പല്ലല്ലോ, ഒരു അദ്രാമാനായിരുന്നു. എൻ്റെ വാപ്പായത് ഞാൻ അയാൾക്ക് കുട്ടിയായിട്ട് പറഞ്ഞപ്പോഴല്ലേ എൻ്റെ വാപ്പായത്. അപ്പം എൻ്റെ പ്രായം തന്നെ വാപ്പാക്കുള്ളൂ. അതിൻ്റെ മുമ്പ് അദ്രാമാൻ്റെ ഒരു പ്രായം ഉണ്ട് എന്ന് പറഞ്ഞു. ഇതാണ് ഇപ്പം ഇന്നത്തെ കുട്ടികൾ. ഇന്നത്തെ കുട്ടികളെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താ വെച്ചാൽ ഒന്നും അങ്ങോട്ട് പറയാൻ വയ്യ. കാരണം എല്ലാത്തിനും മറുപടിൻ്റെ കിറ്റ് തൊള്ളയിൽ പൂട്ടി നടക്കുകയാണ് കൊട്ടാൻ. എന്താണ്ട് പറഞ്ഞാലും അത് ഏത് മതബിലുള്ളത്? വാപ്പാര് എടാ മോനെ മുടി അങ്ങനെ വിട്ടരുതിട്ടാ. ആരാ പറഞ്ഞേ? തവിലുള്ളത്. ഇയാൾക്ക് കിതാബും അറിയില്ല, ഒന്നും അറിയില്ല. ഉസ്താമാര് വേള കെട്ടിട്ട് മുടി കെട്ടെന്ന് പറഞ്ഞാൽ കുടുങ്ങി. കാരണം ഇങ്ങോട്ട് മേക്കെട്ട് കയറുകയാണ്. ഏത് കിതാബിലുള്ളത്? മോനെ അങ്ങോട്ട് പോരുന്ന എവിടെയുള്ള വാപ്പ? ഇങ്ങനെ കുട്ടികൾ തിരിച്ചിട്ട് കുത്തുകയാണ്, ഇങ്ങനെ പറയണം. മുമ്പ് അങ്ങനെയല്ല. നമ്മളെ വാപ്പാര് പറഞ്ഞാൽ നമ്മൾ തെളിവാ പറഞ്ഞു തന്നെയായിരുന്നു. പിന്നെ അപ്പുറപ്പുറം നമ്മൾ എന്തിക്കൂല. കാലം കയ്യിൽ നിന്ന് പോയ ലോകമാണ്, മറക്കണ്ട. നമ്മളൊന്ന് തിരിഞ്ഞ് ചിന്തിക്കേണ്ടതാണ്. നമ്മുടെ പോക്ക് ദിശ മാറിയിട്ടാണെന്ന് മറക്കണ്ട. ഒന്ന് തിരിഞ്ഞ് ചിന്തിക്കണേ, പറകോട്ട് നോക്കണേ. ഒരു വണ്ടി പോകുന്ന സമയത്ത് ഡ്രൈവറുടെ വലത്തും ഇടത്തും 2 കണ്ണാടി വെച്ചിട്ടുണ്ട്. എന്തിനാണത്? പോകുന്നത് മുന്നോട്ടാണെങ്കിലും സുരക്ഷിതമായി പോകണമെങ്കിൽ പിന്നോട്ട് നോക്കാനാണ്. മനുഷ്യന്റെ സഞ്ചാരം മുന്നിലേക്കാണെങ്കിലും എങ്ങനെയാണ് സുരക്ഷിതമായി പോകേണ്ടത് എന്നറിയാൻ മുൻഗാമികളിലേക്ക് കൽബിന്റെ കണ്ണാടിയിലൂടെ ഒന്ന് നോക്കണേ. ആ കൽബിന്റെ കണ്ണാടിയിലൂടെ നോക്കിയാൽ നമ്മുടെ അവിടെ കാണുന്ന രൂപമാണ് മഹാനായ വലിയുള്ളാഹി ശംസുൽ ഉലമാ റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദ് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങള്, അവരുടെ പിതാവായ സയ്യിദ് പൂക്കോയ തങ്ങള്, അതിനു മുമ്പാണെങ്കിൽ മമ്പുറം തങ്ങള്, അതിനു മുമ്പാണെങ്കിൽ മഖ്ദൂമുമാര്, അതിനു മുമ്പാണെങ്കിൽ മഹാന്മാരായ സ്വഹാബാക്കളില്ലേ.
അവരിലൂടെ നേരെ ചേറിക്കല്ലാനുള്ളത്, അവരിലൂടെ നേരെ ഹൃദയം കൊണ്ട് പാറിപ്പറന്ന് എത്താനുള്ളത്. മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വത്തഖലൈനി വൽ ഫരിഖൈനി മീൻ ഉർബിൻ വമിൻ നജമി മൗലായ സല്ലി വസാ. മൗലായ എന്ന് ഉറക്കെ ചൊല്ലി നിങ്ങള്. മറന്നോ? മൗലായൊക്കെ മറന്നോ? ഒന്ന് ഉറക്കെ ചൊല്ലി മൗലായെ. പഠിച്ചോനെ ഒക്കെ മൊബൈലിൽ കയറിയതുകൊണ്ട് മൗലായി മൊബൈലിൽ മാത്രമായോ? മൗലായ സല്ലി വസാ. ഈ മൗലായാണ് നമ്മുടെ തൂക്കം, ഈ മൗലയാണ് നമ്മുടെ ഫലം, ഈ മൗലായാണ് നമ്മുടെ മഹബത്ത്, ഈ മൗലായാണ് നമ്മുടെ അജണ്ട, ഈ മൗലായാണ് നമ്മുടെ അവലംബം, ഈ മഹബത്താണ് നമ്മുടെ കുളിര്, ഈ മഹബത്താണ് നമ്മുടെ ആരോഗ്യം, ഈ മഹബത്താണ് നമ്മുടെ പ്രതീക്ഷ, ഈ മഹബത്താണ് നമ്മുടെ മലര്, ഈ മഹബത്താണ് നമ്മുടെ പുലർച്ച, ഈ മഹബത്താണ് നമ്മുടെ അവലംബം. ഹുബ്ബുൻ നബിയ്യി വമദ്ഹുഹു ഖൈറുൽ അമൽ وأسلله به يبلغه الأمل وله بنيل شفاعة طه كفل عند الإله منعما تنعيما صلوا عليه وسلموا تسليما. നബി കീർത്തനം ഖൈറായ അമലാണ് ശ്രുതി, നിനക്കായി നൽകും നാഥനോ അതിനാൽ കൊതി. നബി നായകർ ശുപാർശയും നൽകാൻ മതി, നാളത്തെ ഫൗസ് സലാമത്തും അതിനാൽ വിധി. സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ഒരു 3 സ്വലാത്ത് മദീന മലർവാടിയുടെ കസ്തൂരി മണ്ണ് മനസ്സുകൊണ്ട് മനനം ചെയ്ത പച്ചക്കുബ്ബയെ ഭാവന ചെയ്ത് വിരിയുന്ന കൊടകൾക്കിടയിലൂടെ മദീനയിൽ നടക്കും പോലെ, മദീനയിൽ ഇരിക്കും പോലെ, മദീനയിൽ കരയും പോലെ മനസ്സുകൊണ്ട് മുത്തുനബി ആവാഹിച്ചുകൊണ്ട് ചുണ്ടുകൾ മദീനയിൽ സമർപ്പിച്ചുകൊണ്ട് ഈ പ്രോജ്വലമായ മുദ്രാവാക്യം ആവേശത്തോട് ഉച്ചസ്ഥരം ഒന്ന് ഉദ്ഘോഷിക്കാം. النبي حاضرون يعلموا علم اليقين أن رب العالمين فرض صلى عليه أن رب العالمين فرض صلى عليه الله 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 صلى الله على محمد. اللهم صل على محمد يا ربي صل عليه وسلم. പടച്ചവനെ നീ കബൂലാക്കണേ അല്ലാഹ്. ഈ രാത്രി സമയത്തും നമ്മൾ വേർത്തൊലിക്കുകയാണ്. ഇവിടെ തുറസാക്കപ്പെട്ട സ്ഥലമാണ്, ഇടയ്ക്ക് ചെറിയ കാറ്റ് വരുന്നുണ്ട്, എന്നിട്ടും വേർക്കുകയാണ്. ഇപ്പോൾ സൂര്യനില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പോഴും ഉഷ്ണം നിലനിൽക്കുന്നതും വേർക്കുന്നതും? പകലിൽ സൂര്യൻ ഇട്ടേച്ച് പോയ ലാവയാണ് രാത്രിയിൽ നമ്മെ ചൂടാക്കുന്നതെങ്കിൽ ഇന്ന് 2 പേര് മരിച്ചിട്ടുണ്ട് കേരളത്തിൽ. തീഷ്ണമായ ഉഷ്ണസമയത്ത് തലകറങ്ങിയിട്ട് 2 പേര് മരിച്ചിട്ടുണ്ട്. ഇന്നലെ ഉച്ചയ്ക്ക് എനിക്ക് പാലക്കാട് ജില്ലയിലായിരുന്നു ക്യാമ്പ്. ഏകദേശം 1500 ആളുകളുള്ള ക്യാമ്പിൽ ഞാൻ പങ്കെടുത്ത് 2 മണിക്കൂർ സംസാരിച്ചപ്പോഴേക്ക് ഞാൻ കാണേണ്ട ലോകമൊക്കെ കാണാൻ തുടങ്ങി. കാരണം ശക്തമായ ചൂട് കൊണ്ടിട്ടാ ഞാൻ പ്രസംഗിച്ചത്. വണ്ടിയിൽ തളർന്ന് വീഴുമോ എന്ന പേടി പോലും ഈ ആരോഗ്യമുള്ള എനിക്കുണ്ടായെങ്കിൽ പ്രിയപ്പെട്ട ഉമ്മ, പ്രിയപ്പെട്ട ഉപ്പ,
ഇന്ന് 15 കോടി കിലോമീറ്ററുകൾക്കപ്പുറമാണ് സൂര്യനെന്ന് മറക്കണ്ട. ആ സൂര്യൻ്റെ അകത്ത് ഹൈഡ്രജനെ ഹീലിയമാക്കി മാറ്റുന്ന സമയത്ത് പുറത്തേക്ക് തെറിക്കുന്ന ഒരു തുണ്ട് പിണ്ടത്തിൻ്റെ ചൂടാണ് നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ട് മോഹാലസ്യപ്പെടുന്നതെങ്കിൽ, ഛർദിക്കുന്നതെങ്കിൽ, ഒരു വേള മരിച്ചു പോകുന്നതെങ്കിൽ, ഇന്ന് 15 കോടി കിലോമീറ്ററുകൾക്കപ്പുറമുള്ള സൂര്യനെ മനുഷ്യൻ്റെ തലയോട്ടിയോട് ഒരു സുറുമ കൊള്ളിയുടെ അകലത്തിൽ മാത്രം പടച്ചവൻ നാളെ ചെമ്പിൻ്റെ ലോഹത്തിനാലുള്ള ഭൂമിയിൽ തുണിയെടുക്കാതെ നഗ്നരായിട്ട് മനുഷ്യന് നിർത്തിയിട്ട് തലയുടെ നേരെ മുകളിലായി മീലെന്ന് വായിച്ചാൽ സുറുമാ കൊള്ളി എന്നാണ് അർത്ഥം വരിക. അല്ലെങ്കിൽ മൈലെന്ന് വായിച്ചാൽ 1 കിലോമീറ്ററും ചില്ലറയും ഉണ്ടാകുമെന്ന് നിങ്ങൾക്കറിയുമല്ലോ. 15 കോടി കിലോമീറ്ററുകൾക്കപ്പുറമുള്ള സൂര്യനെ പടച്ചവൻ ഒരു മൈല് അകലത്തിൽ അടുപ്പിച്ച് തലയോട്ടിയോട് ഒട്ടിച്ച് നിർത്തുമ്പോ, തലയോട്ടി പൊട്ടിച്ചു തെറുമ്പോ, തലച്ചോറ് ഉരുകിയൊലിക്കുമ്പോ, വിയർപ്പിന്റെ ഗംഗാനദിയിൽ പലരും മുങ്ങിക്കുളിക്കുമ്പോ അവിടെ ഒരു AC സംവിധാനമുണ്ട്. ആ AC ഒരിക്കലും ഓഫാകൂല, പവർ കുറയൂല, പവർ കട്ട് വരൂല. ഈ AC എന്താണ് തണുപ്പില്ലാത്തത് എന്ന് പരാതി പറയൂല. അർശിന്റെ തണലെന്ന് AC ആണ്. അവിടെ AC ഫിറ്റ് ചെയ്യാൻ ഈ ചൂടുകാലത്ത് നമുക്ക് ഓർമ്മ വരണേ. അള്ളാഹു നമ്മെ ഈ ഉഷ്ണ സമയത്ത് ജീവിപ്പിക്കുന്നത് നമ്മെ വേർപ്പിക്കാനല്ല, നമ്മെ ഛർദി വരുത്താനല്ല, നമ്മെ മോഹാലസ്യപ്പെടുത്താനല്ല, നമുക്ക് അപകടമുണ്ടാക്കാനല്ല. അൾട്രാവയലറ്റ് രശ്മി തീ തുപ്പം പോലെ പകൽ സമയത്ത് തുപ്പിയിട്ട് നമ്മെ പ്രയാസപ്പെടുത്തുന്നത് ഈ ചൂട് കൊണ്ടിട്ടെങ്കിലും മാഷറിൻ്റെ ചൂടൊന്ന് ചിന്തിച്ച് അവിടെ AC ഫിറ്റ് ചെയ്യാനാണ്. ഇത് ഞാൻ പറഞ്ഞതല്ല, ഇമാമിങ്ങളെ രേഖപ്പെടുത്തിയതാ. എന്തിനാണ് ഈ ചൂട് എന്നറിയോ? ആ ചൂട് ഓർക്കാനോ വേറെ ഒന്നിനുമല്ല. പക്ഷെ ഇന്ന് വരെ ഈ ചൂട് കാലത്ത് എന്തോ ഒരു ചൂടാന്ന് പറയാന്നല്ലാതെ അങ്ങനെയാണെങ്കിൽ മാഷർ എന്തോ ഒരു ചൂടാവുന്ന ആരെങ്കിലും ചിന്തിച്ചിക്കണോ? കാരണം നമ്മളെ തലയിൽ മാഷറിയും കബറൊന്നുമില്ല, അതൊന്നുമില്ല. മരിക്കുന്നു നമുക്കറിയാം, പക്ഷെ അടുത്ത കാലത്തൊന്നും മരിക്കൂല നമുക്ക് ഉറപ്പാണ്. ഹജ്ജിന് പൈസ ഇട്ടിയ ആൾക്കാരോട് ചോദിച്ചോക്കാണി, അതെങ്ങനെയാലോ ഹജ്ജ് കഴിഞ്ഞിട്ട് വന്നിട്ട് മരിക്കുള്ളൂ. തൊള്ളോണ്ട് ചിലപ്പം പറയും, ചിലപ്പോൾ നാളെ, പക്ഷെ ഉള്ളിലുള്ള ഇങ്ങനെ തന്നെയാണ്. അത് ഹജ്ജ് കഴിഞ്ഞിട്ട് തന്നെ മരിക്കുള്ളൂ. വീടുണ്ടാക്കുന്ന ആൾക്കാരോട് ആ വീട് പണിയൊക്കെ കഴിഞ്ഞ് കുടിയിരിക്കൽ കഴിഞ്ഞിട്ട് മരിക്കുള്ളൂ. മോളെ കെട്ടിച്ചിട്ട് മരിക്കുള്ളൂ, മരിക്കും കുറച്ചൊക്കെ കഴിഞ്ഞിട്ടേ മരിക്കുള്ളൂ. അങ്ങനെ നമ്മൾ മരണത്തെ അങ്ങോട്ട് ആട്ടുകയാണ്, അതങ്ങോട്ട് അടുപ്പിക്കുകയാണ്. ഖുലിന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും സുമ്മ തുറദ്ദൂന ഇലാ ആലിമിൽ ഗൈബി വശഹാദ ഫയുനബ്ബിയുകും ബിമാ കുന്തും തഅമലൂൻ. ജന്മമെന്ന 3 അക്ഷരം കൊണ്ട് ദുനിയാവിലേക്ക് പറന്നു വീണവന്, ജീവിതം എന്ന 3 അക്ഷരത്തിൽ കഴിയുന്നവനെ, അമലെന്ന 3 അക്ഷരമുണ്ടെങ്കിലേ മരണമെന്ന 3 അക്ഷരം വരിച്ചുകൊണ്ട് കബറെന്ന 3 അക്ഷരത്തിൽ പോയി കിടക്കുമ്പോൾ രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ. നമ്മൾ ഈ ചൂട് സമയത്ത് AC വെക്കുന്നു, ഫാന് കറക്കുന്നു, എന്നിട്ടും ചൂട് നിൽക്കുന്നില്ല, ഉഷ്ണം കടുക്കുകയാണ്. കാറ്റ് വരുമ്പോൾ ഫാനിൽ നിന്ന് ചുടുകാറ്റ് വന്നുകൊണ്ട് പിന്നെയും പൊള്ളുകയാണ്. എന്നാൽ ഈ സമയത്ത് കബറിൻ്റെ അടിയിലേക്ക് താഴ്ത്തി വെക്കപ്പെട്ട നമ്മുടെ വാപ്പമാരില്ലേ, ഇന്നെൻ്റെ പ്രിയങ്കരനായ ചാവക്കാട്ടുകാരനായ സമസ്തയുടെ കർമ്മോത്സകരായ പ്രവർത്തകൻ ഷഫീഖിൻ്റെ ഉമ്മ ഇന്ന് വഫാത്തായി വരം എന്നോട് വിളിച്ചു പറഞ്ഞു. ഞാൻ പോകേണ്ടതായിരുന്നു, ഞാനുമായി വളരെ അടുത്ത ചെറുപ്പക്കാരനാണ്, ഈ സദസ്സിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാമെന്നുണർത്തിയിട്ടുണ്ട്. അള്ളാഹു ആ പ്രിയപ്പെട്ട സഹോദരിക്ക് ഖബർ സന്തോഷമാക്കി കൊടുക്കട്ടെ. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ സഹോദരി ഇന്ന് രാത്രി പോയി കിടക്കുന്ന ഖബറിൽ നമ്മൾ നാളെയോ മറ്റന്നാളോ നമുക്കുള്ള അവധി സമയത്ത് മരിച്ചുകൊണ്ട് പോയി കിടക്കുന്ന ഖബറുകളിൽ ഈ മുതല്ലിമിനെ കേൾക്കുന്ന ഉമ്മ, ഈ മുതല്ലിമിനെ കേൾക്കുന്ന പെങ്ങളെ,
വലത് ഭാഗത്ത് മണ്ണാണ്, ഇടത് ഭാഗത്ത് മണ്ണിൻ്റെ ഭിത്തിയാണ്, മുകൾ ഭാഗത്ത് കല്ലുകളെ കൊണ്ട് അടയ്ക്കപ്പെട്ടതാണ്. ഇടയിലൂടെയുള്ള എല്ലാ ഹോൾസുകളും മണ്ണിട്ട് മൂടിയിരിക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ മേലെ മണ്ണിട്ട് മൂടിയിട്ട് 2 മീസാനും കുത്തി സ്നേഹമുള്ളവർ പൂച്ചെടികളും കുത്തിവെച്ചിട്ട് നമ്മുടെ ഉറ്റവരും ഉടയവരും കുട്ടികളും ശിഷ്യന്മാരും ബന്ധുമിത്രാദികളും നാട്ടുകാരും വീട്ടുകാരും കൂട്ടുകാരുമൊക്കെ നമ്മുടെ ഖബറിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ സോഷ്യൽ മീഡിയയിൽ കയറിയിട്ട് ഈബത്തും നമീമത്തും ജീവിതത്തിൻ്റെ വരുമാനമാക്കിയവരില്ലേ, ഫിത്തനയും ഫസാദും ജീവിതമുദ്രയാക്കിയവരില്ലേ, കയ്യടി കിട്ടാൻ വേണ്ടി അങ്ങാടിയിൽ നിന്ന് വായാടികളാകുന്നവരില്ലേ, ആവശ്യത്തിനും ആവശ്യമില്ലാതെയും സംസാരിച്ചുകൊണ്ട് അങ്ങാടി രാജാവാകാൻ ശ്രമിക്കുന്നവർ ഇല്ലേ? കൂടെയുണ്ടായിരുന്ന ഒരൊറ്റ ചിരിച്ചവനും ഖബറിലില്ല, ജാക്കിയിട്ടവനും കൂടെയില്ല. യത്ബഉൽ മയ്യിത തലാത്ത് യർജിഉ ത്നാനി വയബ്ഖൽ വാഹിദു നബിയുനാ റസൂലുള്ളാഹി യാ മനിൽ മൗതു അയതുഹു വയാ മനിൽ ഖബറു മൻസിലുഹു വയാ മനിത് തുറാബു വിസാദുഹു വയാ മനിദ്ദൂദു ജീറാനുഹു വയാ മനിൽ മുൻകറു വന്നകീറു സുവാറുഹു. എല്ലാത്തിൻ്റെയും അവസാനമായി മരണം വരിക്കുന്നവനെ, സ്വന്തം ഖബറാകുന്ന ഇടുങ്ങിയ മണ്ണിൻ്റെ ഗുഹയെ വീടായി നാളെ സ്വീകരിക്കുന്നവനെ, ആ ഇടുങ്ങിയ മണ്ണിൻ്റെ ഗുഹയിലേക്ക് നിന്നെ കൊണ്ടുപോയി ഇറക്കപ്പെട്ടാൽ അവിടെ നിന്നെ തേടിയെത്തുന്നത് സുഹൃത്തുക്കളല്ല, അയൽവാസികളല്ല, സംഘടനാ പ്രവർത്തകന്മാരല്ല, പുഴുക്കളാണ്, പുഴുക്കളാണ്. ചിതലും പുഴുക്കളും താവളം പെരുത്തുണ്ടതിൽ സന്തോഷമാണ് അവർക്ക് നീ ചെല്ലുന്നതിൽ. പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ. കാർഡിൽ റേഷൻ വേണ്ട പോലതിലുണ്ട്, ക്യൂ സിസ്റ്റമില്ല, തള്ളലാണത് കൊണ്ടേ. ഇവയൊക്കെ നീ ചിന്തിച്ചു കരയുക സോദരാ, എന്നാൽ കടക്കും നീ സുറൂറായി മറുകരാ. ചിന്തിക്കാനുള്ള അവസരം ഉണ്ടായാൽ മതി, എല്ലാവരും ശരിയാവും. ചിന്തിക്കണില്ല. കച്ചവടം എന്ന് പറഞ്ഞ കുറേ ആൾക്കാർ അങ്ങനെ ഓടും, സംഘടന എന്ന് പറഞ്ഞ കുറേ ആൾക്കാർ എങ്ങനെ ഓടും. സംഘടന പ്രവർത്തനങ്ങൾ നല്ല തന്നെ കേട്ടോ, എന്നാലും ചിന്തിക്കാനുള്ള അവസരം വേണം, അല്ലെങ്കിൽ പ്രവർത്തിച്ചാലും കാര്യം കിട്ടൂല. എവിടേക്കാണ് നമ്മൾ പോണത്, എവിടെ നമ്മൾ കിടക്കണത്, എന്താ നാളത്തെ ഗതി, ഇതല്ല ഖുർആൻ പറയണേ, ഫൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ. അത് നമ്മൾ കേൾക്കാതെ പോരുതല്ലോ, അത് ഏത് തിരക്കിനിടയിലാണ് കേൾക്കാതെ പോരുതല്ലോ. നാട്ടേര് നമുക്ക് വേണ്ടി ഒരുക്കണ ഖബർ ഭീകരാണ്, കാഴ്ചയിൽ തന്നെ അതികൊടും ഭീകരമായ അവസ്ഥയാണ്. കാരണം എന്താ ഇപ്പോൾ ഓല് ഒരുക്കണത്? ഒരു ചെറിയ ചാല്, നീർന്ന് നിൽക്കാൻ ആഴല്ല, ചെരിഞ്ഞ് കിടക്കാനും പറ്റൂല. ഓലൊരു കിടത്താണ്ട് കിടത്തും, കിബിലക്ക് നേരെ ചരിച്ചിട്ട്, പിന്നെ മലന്നെടുക്കാനും പറ്റില്ല, കവുന്നെടുക്കാൻ പറ്റില്ല. ആ കിടത്തം തന്നെ. നമ്മളെ പള്ളിക്കാട്ടിലൊക്കെ അങ്ങനെ 400 കൊല്ലമായിട്ട് കിടക്കുന്ന ആൾക്കാരില്ലേ? പുഴുക്കൾ തിന്നിട്ട് ഖബറിലൊരു അഡ്രസ്സും ഇല്ലാത്തവരും ഇല്ലേ? ഇന്നിപ്പോൾ മരിച്ചാൽ നമ്മളെ അവസ്ഥ നാളെ ആ സ്ഥലത്ത് പോയി ഇടുക്ക് കിടക്കലല്ലേ? അപ്പം നാട്ടുകാരുണ്ടാക്കുന്ന ഖബർ അതിഭീകരമാണ്. ഇനി അവിടെ ലൈറ്റ് വേണമെങ്കിൽ അതിവിടെ ഖബർ മാന്തുന്ന ആൾക്കാരുണ്ടാക്കൂല, അത് നമ്മൾ ഇവിടുന്ന് ഉണ്ടാക്കി പോകണം. ലൈറ്റ് കിട്ടും, സുഗന്ധം കിട്ടും, വിശാലത കിട്ടും, റൈഹാന് കിട്ടും, പെർഫ്യൂം കിട്ടും. ഖബറിൽ നല്ല പെർഫ്യൂം കിട്ടും. പക്ഷെ അതാ ഇവിടെ നിന്ന് ഉണ്ടാക്കി പോകണം, എന്നാൽ അവിടെ ഉണ്ടാവും. നാട്ടുകാരത് വെച്ച് തരൂല. നാട്ടുകാർ ഞാൻ അത്ര കുപ്പി വെച്ചെന്നിട്ട് കാര്യമില്ല, നമുക്ക് എടുത്ത് പറ്റാനൊന്നും പറ്റൂല. ഖബറിൽ പെർഫ്യൂം വേണമെങ്കിൽ ഇവിടെ നിന്ന് ഉണ്ടാക്കി പോകണം. നാട്ടുകാരുണ്ടാക്കുന്ന കൊടും ഭീകരമായ ഒരു ഇരുണ്ട ഗുഹയാണ്. ആ ഇരുട്ട് മാറ്റി വെട്ടം തീർക്കാൻ ഖബർ കുഴിക്കുന്ന ആൾക്കാർക്ക് കഴിയില്ല. അത് നമ്മൾ ഒരുങ്ങിപ്പോവാനേ പറ്റുള്ളൂ. ഒരുങ്ങണേന്ന് പറയാനാണ് ഈ മൈക്ക് തുറക്കണേ, നിങ്ങളോടല്ല, ആദ്യം എന്നോടൊന്ന് പറയാൻ. അല്ലെങ്കിൽ കാര്യമൊക്കെ കയ്യിൽ നിന്ന് പോകും. അപകടം തുടങ്ങിയാൽ നിന്ന് കിട്ടൂല, പ്രയാസങ്ങൾ തുടങ്ങിയാൽ തീർന്നു കിട്ടൂല. ഇവിടെ എന്ന് പറഞ്ഞാൽ സുഖദുഃഖ സമ്മിശ്ര കേന്ദ്രമാണ്. വല്ലുഹ വല്ലേലിയാണ് ഇവിടെ. ഇവിടെ ലുഹി ഉണ്ടാവും, ലൈലും ഉണ്ടാവും.
ഇമാം റാസി തങ്ങൾ ഈ ആയത്തിൻ്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ വന്നഹാരി വല്ലൈലി എന്ന് പറയാതെ നഹാറിൽ നിന്ന് ലുഹ മാത്രം എടുക്കാൻ കാരണം ലുഹ എന്ന് പറഞ്ഞാൽ പ്രകാശമാണ്. പ്രകാശം സന്തോഷത്തിൻ്റെ മേൽ അറിയിക്കണതാണ്. ലൈല് ഫുള്ളായിട്ട് എടുത്തു. ലൈല് ഇരുട്ടാണ്. ഇരുട്ട് ദുഃഖത്തിൻ്റെ മേൽ അറിയിക്കണതാണ്. ദുനിയാവിൽ സന്തോഷം കുറയും, ദുഃഖം കൂടും. അത് ആർക്കും അങ്ങനെ തന്നെ. വലിയ മുതലാളിനോട് വെച്ചാൽ നമ്മളെക്കാളും ബുദ്ധിമുട്ടാക്കുണ്ടാവും. പക്ഷെ ആൾക്ക് പൈസന് ബുദ്ധിമുട്ടാവില്ല, വേറെ ചില ബുദ്ധിമുട്ടുകളായിരിക്കും. എന്നോട് കേരളത്തിലെ വലിയൊരു മുതലാളി പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊക്കെ വാളുള്ളതുകൊണ്ട് അല്ലെങ്കിൽ ഞാനെന്നോ ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവും. പൈസക്ക് ഒരു പഞ്ഞെന്നുള്ള ആ പടപ്പിനില്ല. അത് ഞാൻ അങ്ങനെ തന്നെ ചോദിക്കും ചെയ്ത്, നിങ്ങളോന്ന്. അപ്പോൾ ആളിങ്ങോട്ട് ചോദിച്ചു, പൈസ കൊണ്ടല്ലേ ഇപ്പം നിങ്ങൾ പറഞ്ഞേ, അതുകൊണ്ടൊന്നും ഒരു സമാധാനം ഉണ്ടാവില്ല. അതന്നെ അള്ളയും പറഞ്ഞത്, പൈസ മേലുള്ള സമാധാനം വെച്ചിട്ടില്ല. ഒരു സൃഷ്ടിയിലും പഠിച്ചോൻ സമാധാനം വെച്ചിട്ടില്ല. അല അറിയണ വിധിക്കില്ല. അത് ഖുർആന്റെ ഒരു 1.5 പ്രഖ്യാപനാണ്. അതിലേ സമാധാനമുള്ളൂ. ഷീബ് അബീ ത്വാലിബിന്റെ മുകളിലെ 3 കൊല്ലം പട്ടിണി കിടന്ന് പീഡിപ്പിക്കപ്പെട്ടു, കഷ്ടപ്പെട്ടു, ഉപരോധത്തിൽപ്പെട്ട് കുടുങ്ങി, അന്നമില്ലാതെ വെള്ളമില്ലാതെ ഭാര്യയുടെ സന്താനങ്ങളുടെ അനുയായി വൃന്ദങ്ങളുടെ കൂടെ 3 കൊല്ലം കഠോരമായ മർദ്ദനത്തിൽപ്പെട്ടു മുത്തു മുഹമ്മദ് മുസ്തഫ. ഒന്നുറക്കെ ചൊല്ലിക്കേ, മുഹമ്മദ് മുസ്തഫ പോരാ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വാലിഹി വസല്ലം. തിന്നാനില്ല, കുടിക്കാനില്ല. ഖദീജ ഉമ്മ പോലും അവിടെയുള്ള കുന്നിൻ്റെ മുകളിലെ ഇലകൾ പറിച്ച് അത് ചവച്ചരച്ച് കഴിച്ചത് കൊണ്ട് രോഗിണിയായി എന്ന് ചരിത്രത്തിൽ കാണാം. റസൂലുള്ളാഹിന്റെ സ്വഹാബാക്കളിൽ പലരും തിന്നാൻ കിട്ടാത്തതിൻ്റെ പേരിൽ ശവം തിന്നുന്ന അവസ്ഥയിലെത്തി. മൂത്രം കുടിക്കാൻ പറ്റുമോ എന്ന മസല പാറപ്പുറത്ത് നിന്ന് ചർച്ച തുടങ്ങി. കാരണം ഉപരോധമാണ്, ബഹിഷ്കരണമാണ്. ആ കുന്നിൻ്റെ മുകളിലേക്ക് വെള്ളമെത്തുന്നില്ല, കാരക്ക എത്തുന്നില്ല, അന്നമെത്തുന്നില്ല. എന്തിൻ്റെ പേരിലാണെന്നറിയോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പരമസത്യം. വെള്ളമില്ലാതെ കുടുങ്ങി പ്രയാസപ്പെടുന്ന സ്വഹാബാക്കൾ, അവരുടെ മനസ്സിലുള്ള ധൈര്യമുണ്ടല്ലോ, അവരുടെ മനസ്സിലുള്ള സമാധാനമുണ്ടല്ലോ, അത് ആ മലയുടെ താഴെ ഒട്ടകത്തിനെ ശവായിയാക്കി മൂക്കറ്റം തിന്ന് ഏമ്പക്കം വിടുന്ന അബൂജാഹിലിൻ്റെ കൽബിലില്ല, ഉത്തുബത്തിൻ്റെ കൽബിലില്ല, ശൈബത്തിൻ്റെ കൽബിലില്ല. കാരണം തിന്നാൻ കിട്ടിയത് കൊണ്ട് സമാധാനം ഉണ്ടാകൂല, പണം കിട്ടിയത് കൊണ്ട് സമാധാനം ഉണ്ടാകൂല, ആരോഗ്യമുള്ളത് കൊണ്ട് സമാധാനം ഉണ്ടാകൂല, സമയമുള്ളത് കൊണ്ട് സമാധാനം ഉണ്ടാകൂല, സന്താനങ്ങൾ ഉള്ളത് കൊണ്ട് സമാധാനം ഉണ്ടാകൂല. ഏത് പരീക്ഷണത്തിൻ്റെ പാറപ്പുറത്തായാലും സമാധാനം വേണോ? കൽബിൻ്റെ ഉള്ളിൽ വേണേ. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹു. പെണ്ണുങ്ങൾ എടുത്തൊരു ബക്കറ്റ് വെക്കരുത്, ഇവിടെ നോട്ടോ. ഇതാണെങ്കിൽ നമുക്ക് വാങ്ങാം കേട്ടോ. പെണ്ണുങ്ങൾ ഒരു ബക്കറ്റ് അങ്ങനെ പോയിക്കോട്ടെ. പെണ്ണുങ്ങളില്ലേ വെള്ളത്തിന്? ആ, കൽബിൽ ഇതാണ്ട് വെച്ചാൽ മതി, നല്ല സമാധാനം. ഇനി കുലുങ്ങൂല. ഇല്ല. വലഖദ് ഖലഖ്തുൽ അർശ അലൽ മാ ഫൽതറബ്. അർശനെ അല്ലാഹു തആല വെള്ളത്തിൻ്റെ മേലാണ്ട് സൃഷ്ടിച്ചു. അർശാണ്ട് പടക്കാൻ തുടങ്ങി. അർശ് പടക്കാൻ തുടങ്ങി. നോക്ക്, അർശിന്റെ പടക്കൽ മാറാ അള്ള ചെയ്ത് എന്താ അറിയോ? ഫകതബ്തു അലൈഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ഫസക്കൻ. ഇതാണ്ട് എഴുതി വെച്ചപ്പോൾ അർശ് പടക്കുന്നത് അവിടെ നിന്നു. നിങ്ങോട്ട് വാ. യഥാർത്ഥ അർശ് ആ അർശല്ല, ഈ അർശാണ്. ഖൽബുൽ മുഅ്മിനി അർശുർ റഹ്മാൻ മുഹമ്മദ് മുസ്തഫ. ആ അർശ് പോലും ഈ അർശിന്റെ താഴെയാണ്. അപ്പൊ ഈ അർശ് പടക്കാൻ നിന്നാലും ആ പടക്കൽ നിന്നിട്ട് സുക്കൂന് വേണമെങ്കിൽ എന്ത് വേണം? ഈ അർശിന്റെ ഉള്ളിൽ കണ്ട് കയറണം. ഒരു 3 വട്ടം ചൊല്ലിക്കോളി. മരിക്കുമ്പോൾ പോകുമ്പോൾ കൊണ്ടാളുള്ള ഇതാണ്, വേറെ ഒന്നുമല്ല. ഫലം എന്താ തൊള്ള തുറക്കാത്ത? പായസം തന്നപ്പോൾ തൊള്ള തുറക്കൂലേ? ഇല്ലേ? ചൂടുള്ള കടല തൊള്ളേക്ക് ഇടുമ്പോൾ തൊള്ള തുറക്കലില്ലേ? മോന് പൈസ അയച്ചാൽ ഉണ്ടി പൈസ എണ്ണുമ്പോൾ തൊള്ള തുറക്കലില്ലേ? ഞൊട്ടാന്. ആ, ഇവിടെയാണ് ആദ്യം തുറക്കേണ്ടത്, എന്നിട്ട് അവിടെ തുറന്നിട്ടേ കാര്യമുള്ളൂ. അതുകൊണ്ട് ഒരു 3 വട്ടം ഒന്ന് തുറന്നാണ്. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്.
അള്ളാഹു ഇത് ചൊല്ലിപ്പോണ കൂട്ടത്തിൽ നമ്മളെല്ലാവരും ഉൾപ്പെടുത്തട്ടെ. നമ്മളെല്ലാവരും ഈ അധ്വാനിക്കണം, ഞാൻ വന്നതും പ്രസംഗിക്കണം, ഇവിടെ ഒരുക്കണതും പന്തലും ഇരിക്കണതൊക്കെ എന്താരോ ആ ലാസ്റ്റ് ശ്വാസം ഒന്ന് നന്നായി കിട്ടാനാണ്, വേറെ എന്തിനാ. ലാസ്റ്റ് ശ്വാസം എപ്പോഴാന്ന് നമുക്ക് പറയാൻ പറ്റൂല. ഇപ്പം നമുക്ക് ശ്വാസം ഉണ്ട്, ലാസ്റ്റത്തെ എപ്പോഴാന്ന് പറയാൻ പറ്റൂല, ഒരിക്കലും പറ്റൂല. വോട്ട് ചെയ്ത കുറേ മനുഷ്യന്മാരിപ്പോൾ കബറിലാണ്. നിങ്ങൾ നാട്ടിൽ വെച്ചിക്കണോ? വോട്ട് ചെയ്ത ഇലക്ഷൻ വോട്ട് ചെയ്തവർ ഈ നാട്ടിൽ വെച്ചിക്കണോ? അതുകൊണ്ട് ഞാൻ മരിക്കൂല നിങ്ങൾ ഉറപ്പിച്ചിക്കണേ. എന്നാൽ ഞാൻ ഒന്ന് ഉറപ്പിച്ചു പറയാം, വോട്ട് എണ്ണുന്ന സമയത്ത് അവരിൽ കുറേ ആൾക്കാരുണ്ടാവില്ല. നിൻ്റെ കരിനാക്കൊണ്ട് മരിച്ചാന്ന് പറയാൻ നിൽക്കണ്ട, അതതിൻ്റെ രീതിയാണ്. വോട്ട് ചെയ്ത കുറേ മനുഷ്യന്മാർ എണ്ണണമെന്നുണ്ടാവില്ല എന്ന്. നോക്കിക്കൊണ്ട് നിങ്ങൾ ഈ കഴിഞ്ഞ ഇലക്ഷനെ വോട്ട് ചെയ്തിട്ട് പുരയിൽ എത്തിയ ഉടനെ കസേരയിരുന്ന് മരിച്ച ആൾ നിങ്ങൾക്ക് അറിയില്ലേ? പോളിംഗ് ബൂത്ത് പോവുക, വോട്ട് ചെയ്യുക, ഇവിടെ മഷി കയറ്റുക, പുരയിൽ വരിക, വെള്ളം ചോദിക്കുക, മരിക്കുക. സുബ്ഹാനല്ലാഹ്. മനുഷ്യ നീ മറന്നിടുന്നോ, മസ്താടി നടന്നിടുന്നോ, ദുനിയാവി വിടൂലെന്നോ, ദുനിയാവി വിടൂലെന്നോ. മനുഷ്യ നീ മറന്നിടുന്നോ, മസ്താടി നടന്നിടുന്നോ, ധനമോഹം കവർന്നിടുന്നോ, ദുനിയാവി വിടൂലെന്നോ. ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ കേട്ടിരുന്ന പാട്ട് ഇതൊക്കെയാണ്. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ കേട്ടിരുന്ന പാട്ട് ഇതൊക്കെയാണ്. ഇന്നത്തെ കുട്ടികളോ ദുനിയാവും മരണം പാട്ടാണൊന്ന് ഒന്ന് പാടിയോക്കട്ടെ. ഗാനമേളൊക്കെ വന്ന് ഏതെങ്കിലും പാട്ടുകാർ ആദ്യത്തിൽ നല്ല പാട്ടായിക്കോട്ടെ എന്ന് വെച്ചിട്ട് മരണത്തിനെ കുറിച്ച് പാടിയ കുട്ടികൾ നേരെ കല്ലെടുത്തെറിയും. ഏറ് കിട്ടിയ പാട്ടുകാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. റോട്ടിൽ നിന്ന് കുട്ടികൾ മൗത്തും മദീനയും പാടിയപ്പോൾ റോട്ടിൽ നിന്ന് കല്ലെടുത്തെറിഞ്ഞു. ഒരു ഗാനമേളയിൽ പങ്കെടുത്ത് പാടുന്ന ആൾ എന്നോട് സങ്കടം പറഞ്ഞു, ഇപ്പോൾ പഴയമാരിയൊന്നുമല്ല ഉസ്താദെ, ഞാൻ മൗത്ത് പാടിയിട്ട് ഏറ് കിട്ടിയ ആളാണ്. കാരണം കുട്ടികൾക്കിപ്പോൾ ഇങ്ങനെ തുള്ളണം. ഞാനൊരു സ്ഥലത്ത് പോയപ്പോൾ അവിടുന്ന് എന്നോട് സെക്രട്ടറി പറഞ്ഞു, ഇവിടെ ജനങ്ങളൊന്ന് പേടിപ്പിച്ചാളിന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്ത് പറഞ്ഞിട്ടാണ് പേടിപ്പിക്കുക? എന്നാൽ മൗത്താക്കിയാലോ? മൗത്തും മയ്യത്ത് കെട്ടലൊന്നും ഇവിടെ പറയണ്ട, കാരണം ഇവിടെയാണ് ആ മയ്യത്ത് കെട്ടലുള്ളിൽ പുതിയാപ്പള വന്ന സ്ഥലം എന്ന് പറഞ്ഞ്. ഞാൻ അവിടെ എന്ത് മയ്യത്ത് കെട്ടല? മയ്യത്ത് കെട്ടിനുള്ളിൽ പുതിയാപ്പള പോവുക. അവിടെ ഇനി പോകാനോട് മയ്യത്ത് കെട്ടിൽ പറഞ്ഞ് പേടിപ്പിക്കേണ്ട കാര്യമുണ്ടോ? കാരണം ഓൻ പൊയ്ക്കണയിൽ പാപ്പോൻകാരെ പോയ വലിയ കുഴപ്പമൊന്നുമില്ല എന്ന്. അതന്നെ പുതിയാപ്പള പോയി. ചിന്തിക്കണേ, വളരെ ഗൗരവത്തിൽ ചിന്തിക്കണേ. മഹാനായ മുബശ്ശിർ തങ്ങൾ പറഞ്ഞില്ലേ, ലിബറലിസം കയറുന്നതിന് മതനിരാശയാണ്. നിസ്കാരത്തയമ്പുള്ള 5 വക്ത് പള്ളിയിൽ വന്ന് 1-ാം സഫിൽ ഇമാമിൻ്റെ വലത് ഭാഗത്ത് നിസ്കരിക്കുന്ന, എന്നിട്ട് കയ്യിൽ തസ്ബീഹിൻ്റെ മാലയും പിടിച്ച് സ്വലാത്തും ദിക്റും ചൊല്ലി വീട്ടിലേക്ക് പോകുന്ന ആചാരമോനെ, അള്ളാനെ തള്ളുന്ന തൊള്ളയുള്ള ആളുകളാണ് കേട്ടോ. മൊക്കനയിട്ട ഫാത്തിമ ജുമ്മാൻ്റെ മോള് ലിബറലിസം അടിച്ചു കയറിയിട്ട് മൊബൈലിലൂടെ ജാമിദ ടീച്ചറുടെ പ്രസംഗം കേട്ട്, ജബ്ബാർ മാഷിൻ്റെ പ്രസംഗം കേട്ട് സ്വകാര്യമായ നിസ്കാരം തിരസ്കരിക്കുകയും പിന്നീട് പരസ്യമായി കൊലായിൽ വന്ന് ഉമ്മാൻ്റെ ബാപ്പൻ്റെ മുഖത്ത് നോക്കി പ്രഖ്യാപിക്കുകയും ചെയ്ത് നമ്മുടെ മക്കളിൽ തന്നെ മുർത്തദ്ദുകൾ അധികരിക്കുകയും എക്സ് മുസ്ലിമീങ്ങൾ അതാ കൊന്നുകൂടുകയും ചെയ്യുന്ന കാലമല്ലേ. ആർക്ക് പോയി മോനെ? നിങ്ങൾ 10 ആളുകൾ നിങ്ങളുടെ മരമണ്ടം ബുദ്ധി കൊണ്ട് ഇഫരീത്തിൻ്റെ മന്ത്രം വേദാന്തമായി സ്വീകരിച്ചുകൊണ്ട് പടച്ചവനില്ല എന്നങ്ങ് പറഞ്ഞാൽ ഉള്ള റബ്ബ് ഹക്കായ റബ്ബ് ഇല്ലാതെയാകുമോ? നിങ്ങളങ്ങ് ആയിഷ ഉമ്മയെ 6-ാം വയസ്സിൽ കല്യാണം കഴിച്ചു എന്ന് പരസ്യമായി പരിഹസിക്കുമ്പോൾ അള്ളാഹിൻ്റെ റസൂൽ ആദ്യമായി കല്യാണം കഴിച്ചത് ഖദീജ ഉമ്മയാണ്. അവിടുന്ന് 25 വയസ്സിൽ 40 വയസ്സുള്ള ഉമ്മയുടെ പ്രായമുള്ള ഒരു സ്ത്രീയെ കല്യാണം കഴിഞ്ഞിട്ട് 1/4 നൂറ്റാണ്ടിലേറെ കാലം കൂടെ ജീവിച്ചിട്ട് ആ വീട്ടിൽ ഒരു സെക്കൻഡ് പോലും സൗന്ദര്യത്തിൻ്റെ പിണക്കം പോലും ഉണ്ടായിട്ടില്ല എന്ന ചരിത്രം എന്തേ യുക്തിവാദികളെ നിങ്ങൾ വായിക്കാത്തത്? അതെന്താ നിങ്ങൾ പ്രസംഗത്തിൽ പറയാത്തത്? ഒരു മനുഷ്യനെക്കുറിച്ച് പഠിക്കുമ്പോൾ ഭാഗികമായ കാര്യം വക്കായി കടിച്ച് ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട്
അങ്ങനെയാണോ വിമർശിക്കുക? ദാമ്പത്യമാണ് നീ അതാ നിന്റെ പഠനത്തിന് വിധേയമാക്കുന്നതെങ്കിൽ റസൂലുള്ളാന്റെ ദാമ്പത്യത്തിന്റെ പ്രാരംഭം ആയിഷ ഉമ്മയല്ല, മൈമൂന ഉമ്മയല്ല, അത് ഖദീജ ഉമ്മയാണ്. നേരത്തെ 2 ഭർത്താക്കന്മാരെ സ്വീകരിച്ചതിൽ മക്കളുള്ള വിധവയായ ഏകദേശം ഒരു തള്ളയായ പെണ്ണിനെയാണ് ആദ്യത്തെ ഭാര്യയായി സ്വീകരിച്ചത്. എന്നിട്ട് 25 കൊല്ലത്തോളം അവരുടെ ഇടയിൽ ഒരു സൗന്ദര്യത്തിന്റെ പിണക്കം പോലും ഉണ്ടായിട്ടില്ല. എന്നാൽ പിണങ്ങാൻ സാധ്യതയുള്ള കാലം അതാണ്. കാരണം അപ്പോഴാണ് 40ാമത്തെ വയസ്സിൽ അള്ളാന്റെ റസൂലിനെ നാട്ടുകാർ തള്ളുന്നത്. നിങ്ങളെങ്ങനെ തള്ളുമെന്ന് നേരത്തെ ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങളുടെ ഭാര്യയായിട്ട് ഞാൻ വരുമായിരുന്നില്ല എന്ന് പറയേണ്ടിയിരുന്നത് അപ്പോഴാ. പക്ഷേ പറഞ്ഞില്ല. എപ്പോഴും ഏത് കട്ടപ്പാടിൻ്റെ സമയത്തും ഏത് ബുദ്ധിമുട്ടിൻ്റെ പ്രതിസന്ധിയുടെ തുയ്ച്ചുള്ള സമയത്തോ അള്ളാന്റെ റസൂലിൻ്റെ മുമ്പിൽ തൂക്കുമൊപ്പിച്ച് കൂടെ ചാരി നിന്ന് താങ്ങും തണലുമായ ആ കുടുംബിനിയില്ലേ ഖദീജത്തുൽ കുബ്റാ റളിയല്ലാഹു തആല അൻഹാ. എന്താ ചർച്ചയിൽ വരാത്തത്? എന്താണ് സൗദ ഉമ്മ ചർച്ചയിൽ വരാത്തത്? ഇതൊന്നും ചർച്ചയിൽ വരാതെ ഒരു 6 വയസ്സുള്ള ആയിഷ ഉമ്മന്റെ കാര്യം പറഞ്ഞ് കഥ അറിയാതെ ആട്ടം കണ്ട് തുള്ളുന്നവരാണ് യുക്തിവാദികളെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ. ബുദ്ധിക്ക് ഭ്രാന്ത് പിടിച്ചുകൊണ്ട് ഇഫ്രീത്ത് കയറിയവരുടെ വേദാന്തം കേട്ടിട്ട് ദീനിനെ സംശയിക്കണ്ട. റസൂലുള്ളാഹിന്റെ വ്യക്തിത്വത്തിൽ സംശയം ജനിക്കണ്ട. ഇഹലോകത്ത് സുരക്ഷിതത്വം വേണോ? പരലോകത്ത് പ്രതാപം വേണോ? പടച്ചവന്റെ തൃപ്തി വേണോ? അതിന് മധ്യവർത്തിയായി പ്രതാപമായി അവലംബമായി ദർപ്പണമായി ഗുരുനാഥനായി ആചാര്യനായി മനുഷ്യരാശിയുടെ രക്ഷകനായി പടച്ചവൻ അവതരിപ്പിച്ച അവന്റെ ഗിഫ്റ്റ് എത്ര? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം. ഇന്നിൽ തിയാ റീഹ സ്വബാ യൗമൻ ഇലാ അർളിൽ ഹറം ബല്ലിഗ് സലാമി റൗളതൻ ഫീഹാ നബിയുൽ മുഹ്തറം അക്ബാദുനാ മജ്റൂഹത്തു മിൻ സൈഫി ഹിജ്രിൽ മുസ്തഫാ യാ സയ്യിദി ഇർഹം ലനാ യാ സയ്യിദി ഇർഹം ലനാ. കാറ്റേ കാറ്റേ റൗളയിലായി വിശുദ്ധരോ എത്തിക്കുമോ പാപിയമേന്നിൽ നിന്നൊരു അഭിവാദന വചനങ്ങളായി ആത്മാവുകൾ നോവുകയാൽ വേർപാടിനാൽ യാ നബിയേ യജമാനരേ കൃപ ചെയ്യണേ, യജമാനരേ കൃപ ചെയ്യണേ. നമ്മുടെ പിടുത്തതാണ് മുഹമ്മദ് മുസ്തഫ. അല്ല അറിയണേ ബിദിക്കിരില്ല. അതിന് തഫ്സീർ അങ്ങനെയുണ്ട്. ബിദിക്കിരില്ല ദിക്റുല്ല എന്ന് പറഞ്ഞാൽ സൂഫിയാക്കളുടെ ഭാഷയിൽ ഐ മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പം എന്താ അതിനർത്ഥം? അല്ല അറിയണേ ബിദിക്കിരില്ലായി അള്ളാഹിൻ്റെ റസൂലിനെ കൊണ്ടാണ് തത്മഇന്നുൽ ഖുലൂബ്, ഹൃദയം സമാധാനം അടയാൻ. അവരെ ഹൃദയത്തിന് സമാധാനം ഉണ്ടാവില്ല. മുത്തന് വീണ് കയറിയാൽ പിന്നെ സമാധാനമായി. ഇന്ന ബൈതൻ അൻത സാകിനുഹു ലൈസ മുഹ്താജൻ ഇലാ സുറൂജി. അല്ലാഹു നമുക്ക് അതിന് തൗഫീഖ് നൽകട്ടെ. നിങ്ങളൊന്ന് ഉറക്കാമീൻ പറയും. അല്ലാഹു നമുക്ക് അതിന് തൗഫീഖ് നൽകട്ടെ. ഈ ഉമ്മത്തിനെ അല്ലാഹു ഒറ്റക്കെട്ടാക്കി തരട്ടെ. ഭിന്നതയിൽ നിന്ന്, വിദ്വേഷത്തിൽ നിന്ന്, അഭിപ്രായ വ്യത്യാസങ്ങളിൽ നിന്ന് അത്ഭുതകരമായിട്ട് അല്ലാഹു ഈ ഉമ്മത്തിനെ സലാമത്താക്കി തരട്ടെ. നമ്മുടെ എല്ലാ നേതാക്കളും ഒറ്റ സ്റ്റേജിൽ നിരന്നിരിക്കുന്ന മനോഹരമായ കാഴ്ച താമസം വിന അള്ളാഹു നമുക്ക് കാണിച്ചു തരട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്